പ്രാവശ്യം കൂടെ ഒരു ഞായറാഴ്ചയുടെ ദൈവം നമുക്ക് നൽകി കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ആത്മാവിന് സത്യത്തിലും ദൈവത്തെ ഉയർത്തുന്നതിന് ഒപ്പം തന്നെ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കി ഓർത്ത് വിശുദ്ധ കരം ഉയർത്തി കർത്താവിന് നന്ദി കൊടുത്ത് ഹല്ലേലൂയ. ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനം ക്രിസ്തുവിൽ വിശ്വാസത്തെ കുറിച്ച് ആണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം. ആരാ ഒരു കണ്ണാടി വരുന്നത്? എനിക്ക് എൻ്റെ കണ്ണാടി നോക്കില്ല, എൻ്റെ കണ്ണാടി നോക്കി. കണ്ണാടി നോക്കി വെച്ച് പറഞ്ഞു. കുറച്ചൊക്കെ എനിക്ക് പറ്റും. നോക്കുന്നത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. 15-ന്റെ 6-ാം വാക്യം. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എബ്രായത്തെ കുറിച്ച് പറയുകയാണ്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചു. എബ്രായത്തിന്റെ വിശ്വാസം അങ്ങനെയാണ് പറയുകയാണ്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. റോമാലേഖനം 12-ന്റെ 3-ാം വാക്യം. റോമർ 12-3. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച സുബോധമാവണ്ണം ഭാവിക്കണമെന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിശ്വാസം ഒരുപോലല്ല. എന്റെ വിശ്വാസത്തിന് ചെറിയ അങ്ങനെ കർത്താവ് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ? ശിഷ്യന്മാരെ നോക്കി വിളിച്ച എന്തുവാ? അല്പവിശ്വാസികളെ. കനാന്യ സ്ത്രീയെ നോക്കി എന്താ വിളിച്ചത്? അവരുടെ വിശ്വാസം വലിയ വിശ്വാസം. ശാതാനവിനെ നോക്കി പറഞ്ഞ എന്തുവാ? ഇങ്ങനൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ദൈവം ഇല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ലോകത്തിൽ. ദൈവമില്ല, അവർക്കും ഒരു വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസമാണ്? ദൈവം ഇല്ലെന്ന് പറയുന്ന വിശ്വാസം. അവരാ വിശ്വാസം പറഞ്ഞ ദൈവം ഇല്ലെന്നാണ്. അപ്പൊ ഈ വിശ്വാസം എന്നുള്ളത് അതായത് അവിടെ പറയുന്നത് പൗലോസ് പറയുകയാണ്, ഈ വിശ്വാസം ദൈവം എല്ലാവർക്കും, അത് ഹിന്ദുവിനും മുസ്ലിമിനും വിശ്വാസിക്കുമല്ല. ഭൂമിയിൽ എത്ര പേര് ജനിച്ചിട്ടുണ്ടോ ജനിച്ചവർക്കെല്ലാം കർത്താവ് വിശ്വാസം കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് ദൈവം ഇല്ലെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസം. ഇല്ലെന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ വിശ്വാസമാണ്. അതാ ഇവിടെ ഈ പറയുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ പൗലോസ് പറയുകയാണ്, ഞാൻ എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തരോടും പ്രബോധിപ്പിക്കുക. ഓരോരുത്തരെയും ഞാൻ പ്രബോധിപ്പിക്കുക. ഓരോരുത്തർക്കും വിശ്വാസം. അപ്പൊ ഈ വിശ്വാസത്തിന്റെ നമ്മൾ ഇവിടെ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 6 നമ്മൾ എന്താ വായിച്ചത്? എബ്രായത്തെ കുറിച്ച് പറഞ്ഞ എന്തുവാ? എബ്രായത്തെ കുറിച്ച് പറയുന്നത് അവനാ വിശ്വാസികളുടെ പിതാവ് എന്നാണ് പറയുന്നത്. വേറെ ആരെയും വേദപുസ്തകത്തിൽ പറയുന്നില്ല വിശ്വാസികളുടെ പിതാവ്. ഒരാളെ പറയുന്നുണ്ട്, ആരെയെ? എബ്രായത്തെ പറയുന്നുണ്ട്, അവൻ വിശ്വാസികളുടെ പിതാവ്. നമ്മളെ ലോകം വിളിക്കുന്നതും അങ്ങനല്ലേ? വിശ്വാസികൾ എന്നാണ് പറയുന്നത്. ആമേൻ. അപ്പൊ വിശ്വാസികൾ, നമ്മൾ കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് നാട്ടുകാരെല്ലാം പറയുന്നത് നിങ്ങൾ വിശ്വാസികളാണോ? അതെ, ഞങ്ങൾ വിശ്വാസികളാണ്. നമ്മളെ എല്ലാം വിളിക്കുന്നത് വിശ്വാസികളെന്നാണ്. അപ്പൊ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 6 എന്താണ് പറഞ്ഞത്? അവൻ യഹോവയിൽ വിശ്വസിച്ചു. അവൻ എന്ന് പറഞ്ഞ എബ്രായത്തെ കുറിച്ചായി പറയുന്നത്. അവൻ ഈ എബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് ദൈവം നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ.
അപ്പൊ ഈ എബ്രഹാം പഴയ ആളാ, വിശ്വാസികളുടെ പിതാവ്. ഇദ്ദേഹത്തെ ദൈവം ഈ ഇറാഖിൽ വെച്ചാ വിളിക്കുന്നത്. ഇയാൾ വിഗ്രഹാരാധിയായിരുന്നു, നമ്മളെ പോലൊക്കെ ഉള്ള ആളായിരുന്നു. നമ്മൾ ഈ മാതാവിൻ്റെയും ഔസപിതാവിൻ്റെയും ഒക്കെ കത്തോലിക്കലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ഈ വിഗ്രഹങ്ങളെയൊക്കെ പൊക്കിക്കൊണ്ട് നടന്നവരാണ്. ഇവിടെ നമ്മുടെ ജോർജ് കുടിച്ചായം വായിച്ചില്ലായിരുന്നോ? നമ്മൾ കുറച്ചെടുത്ത് അല്ലെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെയൊക്കെ ആരാധിക്കും, വണക്കവാസം എത്തിക്കുമായിരുന്നു. ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പള്ളിയിലാണെങ്കിൽ ഞാൻ അവിടെ കാവുകാട്ട് തിരുമേനിയുടെ ചോറിൻ്റെ നേർച്ച എത്തിക്കും. ഇവിടെ വെല്ലൂർ പള്ളിയിലുണ്ട് ഔസപിതാവിൻ്റെ, ഇവിടെ മാതാവിൻ്റെ, ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വിഗ്രഹാരാധികളായിരുന്നു. നമുക്ക് യേശുവിനെ അവിടെ മൂലയ്ക്ക് വെച്ചിട്ടേ ഉള്ളൂ. യേശു ആരാണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളൊരു അമേല് പരുവത്തിലാണ്. ഈ ഓട്ടോക്കാർ കണ്ടിട്ടില്ലേ? ഓട്ടോയ്ക്കകത്ത് എല്ലാവരുടെയും ഫോട്ടോ വെക്കും. ആരുടെയൊക്കെയാണ്? മുസ്ലിമുകളുടെ ഒരു ഫോട്ടോ വെക്കും, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരെണ്ണം വെക്കും, യേശുവിൻ്റെ ഒരെണ്ണം വെക്കും, പിന്നെ തുമ്പിക്കൈയുള്ള ഒരാളിൻ്റെ ഫോട്ടോ വെക്കും. അതാരാ? അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഗണപതിയുടെ ഫോട്ടോ വെക്കും. ഇപ്പം ഇവരുടെ എല്ലാം ഇങ്ങനെ വെക്കും ഈ ഓട്ടോക്കാർ. എന്ന് പറഞ്ഞാണ് കാര്യം നമ്മുടെ രീതി. നമ്മൾ ഇങ്ങനെ ഒന്നും ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഈ ദൈവത്തെ നമുക്ക് അറിയാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് ലഭിച്ചു. ഈ ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ മറ്റേ നമ്മളെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് കിഴക്കോട്ട് പള്ളിയിൽ വെച്ച് ഈ CSIക്കാരും മർദ്ദവമായ യാക്കോബ എല്ലാം കിഴക്കോട്ട് പള്ളിയിൽ വെച്ച് സൂര്യ ഭഗവാനെ പണ്ട് കാലത്ത് ആരാധിച്ചിരുന്ന, അങ്ങനെ അവരിന്ന് ചെയ്യുന്ന അമ്പലക്കാർ ചെയ്യുന്ന പോലെ പൊടിയും കയറ്റി നേർച്ചയും ഇട്ട് കിഴക്കോട്ട് പള്ളിയിൽ വെച്ച് ഒക്കെ ആരാധിക്കുന്നവരായിരുന്നു നമ്മൾ. അതിൻ്റെ അകത്തുനിന്ന് ദൈവം നമ്മളെ എബ്രാഹത്തെ, ഞാൻ പറഞ്ഞു വന്ന എബ്രാഹം അങ്ങനത്തെ ആളായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്ന വിശ്വാസികളുടെ പിതാവായ എബ്രാഹവും ഈ സൂര്യ ഭഗവാൻ ചന്ദ്രഭഗവാനെ ആരാധിക്കുന്ന ആളായിരുന്നു. ഇറാഖിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇയാളുടെ വല്യപ്പനൊക്കെ അരാമ്യരായിരുന്നു, സിറിയക്കാരായിരുന്നു. അവർ വന്ന് ഈ ഇറാഖിൽ താമസിച്ചു. അവിടെ വെച്ചാണ് ദൈവം കൃപയാൽ ഈ മനുഷ്യനെ പേര് ചൊല്ലി വിളിച്ചത്. നമ്മളെ വിളിച്ചതുപോലെ ആദ്യം എബ്രാഹത്തെയാണ് വിളിച്ചത്. നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും നിനക്കുള്ള സകലത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അവന്റെ ഭാര്യയുടെ കൈ പിടിച്ചോളാൻ പറഞ്ഞു. അവനോട് പറഞ്ഞു. ചിലപ്പം അല്ലേ, ഭാര്യയെ വിളിച്ചൊന്നുമില്ല. ഭാര്യയുടെ എന്ത് ചെയ്തു? കൈ പിടിച്ചു, ഓടിക്കളയരുത്, നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. നിന്റെ ഭാര്യയായ സാറായെ കൂട്ടിക്കൊണ്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ഈ എബ്രാഹത്തിനൊരു ഗുണമുണ്ട്. എന്താ? ഞാൻ അനുസരണം, ത്യാഗം, ദൈവഭയം. എബ്രാഹത്തിനുള്ള ഗുണം എന്തൊക്കെയാ? അനുസരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അനുസരണമുള്ളവനായിരുന്നു. ദൈവം പറഞ്ഞപ്പോഴേ ഇത് ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പറഞ്ഞ പോലെ ഭാര്യയുടെ കൈ പിടിച്ച് എങ്ങോട്ട് പോകുന്നു അറിയത്തില്ല. ഭാര്യ ഇറങ്ങ, ഞാൻ ദൈവശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് ഭാര്യയുടെ കൈയും പിടിച്ച് ആ വിശ്വാസിയുടെ പിതാവില്ലേ, ദൈവശബ്ദം കേട്ട് ഭാര്യയുടെ കൈയും പിടിച്ച് അവിടുന്ന് ഒരു ഇറങ്ങിയതാ. നേരെ ഇപ്പോഴത്തെ ഈ ഇസ്രായേലിൽ വരെ വന്നു, കനാൻ ദേശത്ത് വന്നു. അവിടെ ആരും അറിയത്തില്ല എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതെ ഭാര്യയുടെ കൈയും പിടിച്ച് ഇപ്പോഴാണെങ്കിൽ ഭയങ്കര സുന്ദരി, ലോക സുന്ദരിയായ പെണ്ണ ഈ സാറ. അത് കാരണം ചിലയിടത്തൊക്കെ പോകുമ്പോൾ പോലെ പെങ്ങളാന്നാണ് പറയുന്നത്. ഈ പുള്ളി കൊല്ലാതിരിക്കുക, അത്ര ഭയമായിരുന്നു മനുഷ്യര്. അങ്ങനെ ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നടക്കുക. എത്രയോ വർഷം ഞാൻ നിന്നെ എന്നിട്ട് പറയുക, ഇറങ്ങി കഴിഞ്ഞാൽ പറയുക, ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചില്ലേ, 7 അനുഗ്രഹങ്ങളാണ് കൊടുത്തത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, പിന്നെ നിന്നെ അനുഗ്രഹിക്കും, പിന്നെ നിന്റെ പേര് ഞാൻ വലുതാക്കും, പിന്നെ നീ ഒരനുഗ്രഹമായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, നീ ഒരനുഗ്രഹമായിരിക്കും, പിന്നെ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശവും അനുഗ്രഹിക്കപ്പെടും. അവന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയൊക്കെ വിട്ടപ്പം ദൈവം 7 അനുഗ്രഹം ആർക്ക് കൊടുത്തു? ഈ വിഗ്രഹാരാധിക്ക് കൊടുത്തു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചതാണ്. നമ്മൾ ഇന്ന് ആരുടെ ശബ്ദം കേട്ടു?
യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങിയിരിക്കുക. എല്ലാം വിട്ടിട്ട് ഇറങ്ങിയിരിക്കുക. കുടുംബക്കാരെ വിട്ടു, സെമിത്തേരി വിട്ടു, വലിയ പള്ളി വിട്ടു, നാട്ടുകാരെ വിട്ടു, ഇല്ലേ, കുടുംബക്കാരെ വിട്ടു, ബന്ധുക്കളെ വിട്ടു. ഇപ്പൊ കല്യാണം നമ്മളെ വിളിക്കത്തില്ല, ചിലപ്പോൾ വിളിച്ചെങ്കിൽ വിളിച്ചു, വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല, അങ്ങനെയൊക്കെ ഇപ്പൊ. അങ്ങനെ നമ്മളും അതുപോലെ എല്ലാം വിട്ടു. കുടുംബക്കാരെയും നാട്ടുകാരെയും പള്ളിയും പട്ടക്കാരെയും അതുപോലെ അമ്പലത്തെയും അതുപോലല്ല ബന്ധുക്കളെയും എല്ലാം വിട്ടിട്ട് നമ്മളും ഇതുപോലെ ഇറങ്ങിയിരിക്കുക. അങ്ങനെയാണോ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്? അതോ എല്ലാത്തിനെയൊക്കെ പിടിച്ചിട്ടുണ്ടോ? അയ്യോ, അതെന്റെ അപ്പന്റെ ചേട്ടനാണ്, അമ്മച്ചിയുടെ അനിയത്തിയാണ്, അവരാണ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടോ? അവരെല്ലാം നിങ്ങളെ തൊഴിച്ചു മനത്തികളെ ഒരു ദിവസം. ഇന്ന് ഞാൻ പറഞ്ഞ എഴുതി വെച്ചു, എല്ലാത്തിനെയും വിട്ടോണം കേട്ടോ. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരുണ്ട്, ഇവരുണ്ട്, മറ്റവരുണ്ടെന്നൊന്നും പറയല്ലേ. അവരൊന്നുമില്ല. എബ്രാഹത്തെ വിളിച്ചതുപോലെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അവര് നിന്നെ മുക്കിക്കളയും. നീ ഒറ്റയാളിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിക്കണം. എബ്രാഹിം ആരുടെ മുഖത്ത് നോക്കി ഇറങ്ങി? യഹോവയുടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഭാര്യയുടെ കൈ പിടിച്ച് വരുമ്പോ ആരുണ്ട് കൂടെ? ആരുമില്ല. ഒരുത്തൻ വിളിക്കാതെ കൂടെ ഇറങ്ങി. അത് സഹോദര പുത്രനായ ലോത്ത്. അവനെ വിളിച്ചില്ലായിരുന്നു, പക്ഷെ അവൻ കൂടെ ഇറങ്ങിയില്ല. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടും പ്രയാസവും അവൻ അനുഭവിക്കുകയും ചെയ്തു. അല്ലേ ഇല്ല? പക്ഷെ ഇവനെ മാത്രമേ വിളിച്ചുള്ളൂ. നിന്റെ കൂടെ മുറുക്ക പിടിച്ചോണം നിന്റെ ഭാര്യയെ. അന്ന് ഇവിടെ ഓടിക്കളയാൻ കണ്ടിപ്പോ ഇവിടെ മുറുക്ക പിടിച്ചോണം. ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇതുപോലെ നിങ്ങളുടെ ഭാര്യയെ കൂടെ വേണം, മുറുക്ക പിടിച്ചോണം. പിന്നെ നാളെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുറുക്ക പിടിച്ചോണം ഭാര്യയെ. കാരണം ഇവർക്ക് ഇഷ്ടം ഗൾഫ് വിട്ട് വരുന്നൊന്നും വലിയ ഇഷ്ടം കാണുന്നില്ല. ഞാൻ ഗൾഫ് വിട്ട് പിള്ളേരെ എല്ലാം, കൊച്ചു പിള്ളേരെ എല്ലാം പിടിച്ച് ഒരു ദിവസം ഇവളോട് പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യക്ക് പോകാന്ന് പറഞ്ഞു. എന്താ ദൈവം അങ്ങനെ വെച്ചില്ല കേട്ടോ. അവള് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഞാനും വരികയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നല്ല ഭാര്യയായിരുന്നു. അവൾ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ റിസൈൻ ചെയ്യുന്ന സമയത്ത് ജോലി കളയുമ്പം ഇവളോട് പോയിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. കാരണം ഇവളോട് പറഞ്ഞാൽ പിന്നെ ഇവൾ വല്ല അഭിപ്രായം വല്ലതും പറഞ്ഞെങ്കിലോ. കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ലേ. മകനെ വെട്ടാൻ പോകുമ്പോഴത്തേക്ക് സാറായോട് എന്ത് ചോദിച്ചില്ല? സാറായോട്, ഭാര്യയോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. എല്ലാ കാര്യവും ഭാര്യയോട് ആണെന്ന് ചോദിക്കണ്ട. അവർ കുറേയൊക്കെ പറഞ്ഞ് തപ്പും അവർ ഒരു ബലഹീന പാത്രമാണ്. അവരോട് ചോദിച്ചാൽ ഒന്നും ശരിയാകില്ല. ശരിയായിട്ട് നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിക്കണം. നീ നിന്റെ ഭാര്യയുടെ വാക്കും കേട്ട് നിന്റെ മക്കളുടെ വാക്കും ഒക്കെ കേട്ടിട്ട് എല്ലാവരുടെ അഭിപ്രായമൊക്കെ കേട്ട് ദൈവത്തെ വിളിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരത്തേയില്ലായിരുന്നു. ഈ ഇന്ത്യയിലോട്ട് വരത്തേയില്ലായിരുന്നു. ഞാൻ അവിടെ ഗൾഫിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആയിരുന്നു. അങ്ങനെ അങ്ങ് പോയി വേറെ വഴി കൂടെ പോയില്ല. ഇന്ന് ആ ജോലിയും കൊച്ചു പിള്ളേരുടെ കൈയും പിടിച്ച് വരുമ്പം ഇവളോട് മിണ്ടിയില്ല. ഞാൻ പോയി റിസൈൻ കൊടുത്തു. അതിനുശേഷം വന്നിട്ട് ഇവരോട് പറഞ്ഞു ജോലി നമ്മുടെ നാട്ടിൽ പോകാൻ തോന്നുന്നു. ഇവരോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുക? നാട്ടിൽ പോവുക. ഇത് ദൈവത്തിന് നല്ലപോലെ അറിയാവുന്നുണ്ട്. ആ പെണ്ണിന് ദൈവം എബ്രാഹത്തോട് പറഞ്ഞു നിന്റെ ഭാര്യയുടെ കയ്യെ മുറുകെ പിടിച്ചോണം, അവളെ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അല്ലേ പുരുഷ, നീ പുരുഷനായിട്ടിരിക്കുന്നെങ്കിൽ നിനക്കൊരു പുരുഷത്വം ഉണ്ടായിരിക്കണം. ആണുങ്ങളോടാണ് ഞാൻ പറയുന്നത്. നീ ഒരു ആണായിട്ടാണ് ജനിച്ചെങ്കിൽ നിനക്കൊരാണത്വം ഉണ്ടായിരിക്കണം. അവരാമാപ്പട കളിക്കരുത്. പെണ്ണ് പറയുന്നത് കേട്ട് നീ കറങ്ങി നിന്നാൽ നിന്നെ കൊണ്ട് ഒരു പണി ദൈവത്തിന് നടക്കത്തില്ല. വേറെ വല്ല പണി നടക്കുമായിരിക്കും. ദൈവത്തിന് നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പുരുഷത്വം കാണിച്ചിരിക്കണം. അന്നും പുരുഷത്വം കാണിച്ചു, ഞാൻ ഇന്നും കാണിച്ചു. ഇതൊക്കെ ഇവരോട് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കത്തുള്ളൂ. അതിനപ്പുറത്തോടൊന്നും ചോദിക്കത്തില്ല. എൻ്റെ കൂടെ വേണേ അഭിനയിക്കണം. ഞാൻ വരുന്നില്ല. നീ വരുന്നില്ല, നീ കാഞ്ഞിരപ്പള്ളിക്ക് വയ്ക്കോ, ഞാൻ പോവാം. നീ വരുന്നില്ലെങ്കിൽ അങ്ങോട്ട്, അത് പറയാൻ ധൈര്യം വേണം. എന്ത് വേണം? ഞാൻ പറയും നീ വരുന്നില്ലെങ്കിൽ നീ അങ്ങോട്ട് വയ്ക്കോ, കാഞ്ഞിരപ്പള്ളിക്ക് വയ്ക്കോ, ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോവുക സുവിശേഷ വേലയ്ക്ക്. നീ വരുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ സ്വഭാവം നല്ലപോലെ അറിയാം. അതുകൊണ്ട് ബഹളം ഉണ്ടാക്കാതെ എൻ്റെ കൂടെ പാവം ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇതുപോലെ എബ്രാഹത്തിന്റെ കൂടെ പെൺകൊച്ചിറങ്ങി. വിശ്വാസമൊന്നുമില്ലായിരുന്നു. പറഞ്ഞേ സാറായിക്ക് ഉറക്കെ പറഞ്ഞേ. കാര്യം പിടി കിട്ടിയോ? ഈ പെണ്ണിന് ഭയങ്കര സുന്ദരിയൊക്കെയാണ്. പക്ഷെ ഇവക്ക് വിശ്വാസം വരുന്ന എപ്പോഴാണെന്നറിയോ? പട് കിളവിയായപ്പോഴാണ്.
ഇവളുടെ ഗർഭഫലം അടച്ചതിന് ശേഷമാണ് ഇവക്ക് എന്തുണ്ടാകുന്നു പറഞ്ഞേ. വിശ്വാസം സാറായിക്കൊണ്ടായത് എപ്പോഴാ? ഇവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനെ തരാം? നിങ്ങൾക്ക് കുഞ്ഞിനെ തരാം. 25 കൊല്ലം കുഞ്ഞിനെ കൊടുത്തില്ല. ഈ മനുഷ്യന്റെ ശക്തി മുഴുവനും തീർന്നു. ഇവരുടെ ശക്തിയും തീർന്നു. ആരുടെ? ഇനി കുഞ്ഞിനെ ഇവിടെ ഉണ്ടാക്കുന്നില്ല. കാര്യം പ്രായാധിക്യം ചെന്നു, വയസ്സിയായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുണ്ടാകുമോ? ഈ വയസ്സാം കാലത്താണ് ഇവൾ ദൈവത്തെ വിശ്വസിച്ചത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന പുത്ര ഉൽപാദനത്തിന് ശക്തി കുറഞ്ഞിട്ടും സാറ യഹോവയിൽ വിശ്വസിച്ചത്. അപ്പോഴാണ് ദൈവം അവളുടെ ഉദരഫലം, എബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടല്ല, ആരുടെ ശക്തി കൊണ്ട്? വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ് ഇസഹാക്ക് ഉണ്ടായത്. ആരുടെ? ഉറക്കെ പറഞ്ഞേ. സാറായുടെ. പറഞ്ഞേ. ആ വേദപുസ്തകം പറയുന്നത് അങ്ങനെയാ. വിശ്വാസത്താൽ സാറ എന്നാ പറയുന്നത്. പുത്ര ഉത്പാദനത്തിന് ശക്തി കുറഞ്ഞിട്ടും അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവൾ വാർദ്ധക്യം ചെന്നപ്പോഴാണ് അവളുടെ ഉള്ളൊന്ന് തുറന്നു. അവൾ പുത്ര ഉത്പാദനത്തിന് ശക്തി പ്രാപിച്ചത്. അതുകൊണ്ട് അവളുടെ പേര് എവിടെ എഴുതിയിട്ടുണ്ട്? എബ്രായ ലേഖനത്തിൽ അവളുടെ പേരും വന്നു. അല്ലെ, അവിടെ പേരൊന്നും വരത്തില്ല. സാറായുടെ പേര് വന്നിട്ട് പറയുക, വിശ്വാസത്താൽ സാറ. നമ്മുടെ ഇടയ്ക്ക് ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ ഇരിപ്പുണ്ട്, വിശ്വാസമൊന്നും കാണത്തില്ല. ഭർത്താവ് വിളിച്ചുകൊണ്ട് വരുന്നതുണ്ട്, ഭർത്താവ് വിളിച്ചത് കൊണ്ട് വരുന്നതൊക്കെ കാണും. പക്ഷെ പിടിച്ചോണം കയ്യിൽ. പിടി വിട്ടുപോയെങ്കിൽ അതങ്ങ് പോകും കേട്ടോ. അവർക്കൊരു വിശ്വാസം ഉണ്ടാവും. സാറായിക്ക് വിശ്വാസം വന്ന കഴിഞ്ഞാൽ പിന്നെ സാറായി ഇളക്കാൻ പറ്റുമോ? എബ്രാഹമല്ല, ആര് വന്നാലും സാറായെ പിന്നെ ഇളക്കാൻ പറ്റത്തില്ല. കാരണം അവൾ ശക്തിയുള്ളവളായി തീർന്നു. അതുകൊണ്ട് അവൾക്ക് പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അപ്പൊ എബ്രാഹത്തെ വിളിക്കുമ്പോൾ സാറായെ കൂട്ടിക്കൊണ്ടിറങ്ങാനാണ് പറഞ്ഞത്. സാറായെ കൂട്ടിക്കൊണ്ടിറങ്ങി അതുകൊണ്ട് ദൈവം പറയുക, എബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് ദൈവം നീതിയായി കണക്കിട്ടു. നമ്മൾ ഇതുപോലെ കർത്താവിൽ വിശ്വസിച്ചു, ദൈവം അത് നമുക്ക് നീതിയായി കണക്കിട്ടിരിക്കുക. അല്ലേ? അപ്പൊ ഈ വിശ്വാസത്തിൽ നമ്മൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരണം. അവിടുന്ന് ഇറങ്ങിയ കഴിഞ്ഞപ്പോ ഉണ്ടായ, ഇപ്പൊ നമ്മളും അങ്ങനല്ലേ, കുറച്ചു നാൾ വിശ്വാസം എന്ന് പറഞ്ഞ് ഇറങ്ങി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന് പരുങ്ങത്തില്ലേ? അതെല്ലാവരും എപ്പോഴും ഒരുപോലാണ് ഇരിക്കുന്നത്. ആണോ? വിശ്വാസത്തിൽ ഒരു പരുങ്ങലുണ്ടാകും. പിള്ളേരുടെ കാര്യം നടക്കുന്നില്ല, കല്യാണമില്ല, സാമ്പത്തികമില്ല, അല്ലെങ്കിൽ രോഗം വന്നു, അല്ലെങ്കിൽ കാര്യാലയങ്ങളൊന്നും ശരിയായിട്ട് നടക്കത്തില്ല. പിന്നെ ഏതായാലും ഇറങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഒരു പേര് ഇങ്ങനെ ഇരിക്കുക, ചത്തയെ ചതഞ്ഞെന്ന് പറഞ്ഞു. ഇതുണ്ടാകും. അതാണ് ഇവിടെ ജോർജ് കുട്ടിച്ചായൻ ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്തോ? നീ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിന്നെ തന്നെ ശോധന ചെയ്യുവിൻ, പരീക്ഷിപ്പിൻ. ചില ആൾക്കാരോട് ഇരിക്കുന്നത് 5 കൊല്ലമായി, 10 കൊല്ലമായി, 15 കൊല്ലമായി, 20 കൊല്ലമായി. ആദ്യം ഇറങ്ങിയ ചൂടൊന്നും ഇല്ലിപ്പോ ഉണ്ടോ? ചൂടുണ്ടോ? ആദ്യകാലത്ത് ഇറങ്ങിയ ചൂടൊന്നും കാണത്തില്ല. പിന്നെ ഇറങ്ങിയല്ലോ എന്നോർത്ത് ഇങ്ങനെ വലിച്ചു പോവുക. നാണക്കേടാണല്ലോ, ഇത് വിട്ടേച്ച് എങ്ങനെ ഇനി തിരിച്ചു പോകുന്നത് എന്ന് വിചാരിച്ച് പരിങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാവോ, എബ്രാഹത്തിന് ഇതുപോലുള്ള അവസ്ഥ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പട്ടിണി ഉണ്ടായിട്ടുണ്ട്. പട്ടിണി വന്നപ്പോൾ അവൻ എവിടേക്ക് ഓടി? ഈജിപ്തിലേക്ക് ഓടി. ഇല്ലേ? കുഞ്ഞുങ്ങളെ വയസ്സായിട്ട് കാണുന്നില്ല. അപ്പൊ ഭാര്യ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എന്താ ഐഡിയ പറഞ്ഞു കൊടുത്തത്? വീട്ടിലൊരു വേലക്കാരത്തിയുണ്ട്, നീ പോയിട്ട് അവളുടെ കൂടെ പോയി കിടക്ക. അങ്ങനെ ഉണ്ടായ കൊച്ച ഇസ്മായിൽ. അങ്ങനെ ഉണ്ടായ ഇങ്ങനെ ഒത്തിരി ദൈവത്തെ അവിശ്വസിക്കുന്ന അനുഭവം ജീവിതത്തിൽ ആർക്കുണ്ടായിട്ടുണ്ട്? നിനക്കും വരും. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പലർക്കും പല രീതിയിലുള്ള അവിശ്വാസമുണ്ട്. ഇറങ്ങി തിരിച്ചിട്ട് പിള്ളേരുടെ കാര്യം നടക്കുന്നില്ല,
പല പല വിഷയങ്ങളും മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ഇന്ന് ഓർക്കണം, ഇവൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ അവൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു. എന്താണെന്നറിയോ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം ഒന്ന് നല്ലപോലെ അടിച്ചു. പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ ഈ പുള്ളിക്കാരൻ എവിടെ പോയി പാർത്താലും യാഗപീഠം പണിയും, യഹോവയെ ആരാധിക്കും. വിഷമമൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വന്നത് ചിലരൊക്കെ കൈ നല്ലപോലെ അടിച്ചു കാണും. പക്ഷെ വിഷമം ഒത്തിരി ഉണ്ടായിരിക്കും ഹൃദയത്തിൽ, ഭാരം ഒത്തിരി ഉണ്ട്. എന്നാ എടുക്കും? പല പല വിഷയങ്ങളാണ്. പക്ഷെ എബ്രാഹത്തിന്റെ സ്വഭാവം മറക്കല്ലേ. അവൻ എപ്പോഴും ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ വീണു പോകാഞ്ഞതിന് കാരണം അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. കണ്ണുനീരിന്റെ മധ്യത്തിലും അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. നിങ്ങളൊക്കെ പലരും, ഞാനും ഒക്കെ അങ്ങനല്ലേ. ചിലപ്പോൾ രോഗം, ചിലപ്പോൾ പ്രയാസം, ചിലപ്പോൾ കഷ്ടപ്പാട് ഒക്കെ വരുമ്പോഴും മറക്കല്ലേ ദൈവം അതിനെയെല്ലാം മാറ്റി മറിച്ച് അതിനെയെല്ലാം അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ടിട്ട് പതറിപ്പോകരുത്. എബ്രാഹിം പോയവിടത്തെല്ലാം യഹോവയെ ആരാധിച്ചു, യഹോവയ്ക്ക് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. അവന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അവന്റെ മകനെ യാഗമർപ്പിക്കേണ്ടി വന്നു. നോക്കി നോക്കി, നിങ്ങളുടെ ദൈവം ഭയങ്കര ആരാധനക്കാരനല്ലേ. ഈ ആരാധന മൂത്ത് ദൈവം ഒരു ദിവസം പറഞ്ഞു, ഇവൻ എപ്പോഴും ആടിനെയാണ് അർപ്പിക്കുന്നത്. ഒരു ദിവസം പറഞ്ഞു, ഇനി ആടിനെ അർപ്പ് നിൽക്കേ, നിന്റെ മകനെ ഒന്ന് അറക്കാൻ പോകും. വയസ്സാം കാലത്ത് കിട്ടിയ ഒരു കൊച്ച സാറായത് ഗർഭഫലം ദൈവം തുറന്നപ്പം അതിലൊരു പുഞ്ചിരി എന്ന് പറയുന്നത് ഇസഹാക്ക് എന്ന വാക്ക്. ആദ്യത്തെ കൊച്ചിനിട്ട പേരെന്തുവായിരുന്നു? ഇസ്മായിൽ. രണ്ടാമത്തെ കുഞ്ഞിന് അവന്റെ സ്വന്തം ഭാര്യയിൽ ഉണ്ടായ കുഞ്ഞാണ്, അതിന്റെ പേരാണ് ഇസഹാക്ക്. പക്ഷെ ഇസഹാക്ക് ഇങ്ങോട്ട് വന്നപ്പം ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനായ ഇസഹാക്കിനെ തന്നെ കൊണ്ടുപോയി മോരിയ മലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ മുസ്ലിം പള്ളി ഇരിക്കുന്നത്. ആ സ്ഥലത്തിന് പറയുന്നതാണ് ജെറൂസലേം, അല്ലെങ്കിൽ അൽ അക്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലം. അവിടെയാണ് നമ്മുടെ എബ്രാഹിം പിതാവ് യാഗമർപ്പിച്ച സ്ഥലം. പറഞ്ഞെവിടെ കിട്ടിയോ? ആ പള്ളി ഇപ്പൊ അവിടെ മുസ്ലിം പള്ളിയായിരിക്കുന്നു. അതായത് ഇസ്രായേലുകാർ കിടന്ന് ബഹളം വെക്കുന്നത്. യുദ്ധത്തിൽ അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങളുടെ സോളമന്റെ ആലയോടെ പണിയെന്ന് പറയുന്നത്. സോളമൻ ആലയം പണിതില്ലേ? കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. അവിടെ പിന്നീട് മുസ്ലിമുകൾ അവിടെ പള്ളി വെച്ചതാണ്. തുർക്കികളുടെ ആക്രമണം വന്ന് അവിടെ പള്ളി വെച്ച പള്ളി ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അതിനുവേണ്ടിയായി യുദ്ധം മുഴുവൻ നടക്കുന്നത്. പക്ഷെ ഒരു ദിവസം അത് പൊളിച്ചു മാറ്റി ഇവരുടെ പള്ളി. അപ്പം അതിനുവേണ്ടി ഇസ്രായേൽ ഈ വെള്ളം മുഴുവൻ കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾ ഈ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്, പത്രവും വായിക്കുന്ന ആൾക്കാരാണല്ലോ. എന്തിനായി ഇസ്രായേലും ഹമാസും തമ്മിൽ അടിക്കുന്നതെന്ന് മനസ്സിലായി. അതിൻ്റെ പിന്നിലെ രഹസ്യം, ഇവർക്ക് പള്ളിയില്ല. ഇവരുടെ പള്ളിയുടെ സ്ഥലത്ത് വേറൊരു മുസ്ലിം പള്ളി വെച്ചിരിക്കുക. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതെടുത്ത് മാറ്റിയിട്ട് ഇവരുടെ പള്ളി പണിയണം. ഇല്ല, അതിന് കാരണം വേറെ കാരണങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ സ്ഥലത്തായിരുന്നു എബ്രാഹിം തന്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിച്ച സ്ഥലം. അവിടേക്കാണ് എബ്രാഹിം തൻ്റെ മകൻ ഭാര്യയോട് മിണ്ടിയില്ല. ചില കാര്യം ഇത്രയും വിശ്വാസത്തിൽ വന്ന് ഇവളൊരു ഭയങ്കര വിശ്വാസിയല്ലേ ആരും സാറ എന്ന് അവളോട് പറയാമായിരുന്നു. കാര്യം എന്തുകൊണ്ടാണ് അവളോട് പറയാൻ? കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വിശ്വാസം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ദൈവം? വിശ്വാസത്തിന്റെ അളവിന് വ്യത്യാസമുണ്ട്. പടിപടിയായി നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം? ഇവളുടെ വിശ്വാസം ശക്തിയുള്ള വിശ്വാസമായിരുന്നെങ്കിൽ ഒരുപക്ഷെ എബ്രാഹിം എന്ത് ചെയ്തേനെ പറഞ്ഞ് ഇവളുടെ വിശ്വാസത്തിന് വലിയ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കാണുന്നു. ഭർത്താവിന് ചിലപ്പോൾ വിശ്വാസം കാണും, ഭാര്യ ഇങ്ങനെ പരട്ടി നിൽക്കുകയായിരിക്കും. അപ്പൊ എല്ലാ കാര്യമൊന്നും പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒന്നും ഭാര്യ ചിലപ്പോൾ കേൾക്കത്തില്ല. ചിലപ്പോൾ ഭർത്താവിന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
അപ്പൊ അതുകൊണ്ട് ആദ്യമേ ഇവർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാ. വിശ്വാസത്താൽ സാറ ഗർഭം ധരിച്ചത് സാറയുടെ വിശ്വാസം കൊണ്ടാ. പക്ഷെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പം ആ കൊച്ചിനെ അറുക്കണമെന്ന് പറയണമെങ്കിൽ എബ്രഹാം ബുദ്ധിയുള്ളവനാ. എബ്രഹാം ആരോട് പറഞ്ഞില്ല? സാറായോട് പറഞ്ഞില്ല. നീ എല്ലാ കാര്യവും നിന്റെ ഭാര്യയോട് പറയും. നിന്റെ വിശ്വാസം ഒരിക്കലും നന്നാകുന്നില്ല. കാര്യം നിന്നെ നിയന്ത്രിക്കുന്നത് നിന്റെ ഭാര്യയെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നിന്നെ നിയന്ത്രിക്കുന്നത് പറഞ്ഞേ നിന്നെ നിയന്ത്രിക്കുന്നത് നിന്റെ ഭാര്യ. ദീപേഷിന് വരാൻ പോകുന്ന ഭാര്യയായിരിക്കും നിയന്ത്രിക്കുന്നത്. നമ്മൾ നോക്കണം, ഭാര്യയാണോ ഭർത്താവാണോ, ആരാ വിശ്വാസത്തിൽ പറയുന്നില്ല. എബ്രഹാം മിടുക്കനായി. എബ്രഹാം കൊച്ചിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യത്തില്ല? ആരോട് പറയത്തില്ല? ആരോട് പറയത്തില്ല? കാരണം അവള് പോകത്തില്ല. അവള് കാര്യമൊക്കെ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എബ്രഹാത്തിനൊപ്പം അവൾ എന്ത് ചെയ്തിട്ടില്ല? വളർന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചിന്തിച്ചോണം. നമ്മുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ചോദന ചെയ്യണം. അല്ലെങ്കിൽ ഭാര്യയും മക്കളും വന്ന് നിന്റെ വിശ്വാസത്തെ ഉടച്ച് താർത്തണം. നീ അവരുടെ കൂടെ പോയാൽ, എൻ്റെ 3 മക്കളുണ്ട്, അവരുടെ കൂടെ ഞാൻ പോകില്ല, ഇവിടെ കൂടെ പോയി. എനിക്ക് എൻ്റെതായ ഒരു പോക്കുണ്ട്. അങ്ങനെ എൻ്റെതായ പോക്ക് പോയാൽ എനിക്കറിയാം അവര് വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെ വരുമ്പോ എനിക്കറിയാം എന്തുമാത്രം. അല്ലെ ഞാൻ ഇവിടെ നോക്കിയിട്ട് എന്റെ വിശ്വാസവും കളഞ്ഞു. അതാ ചോദിച്ചത്, നീ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിന്നെ ശോധന ചെയ്യുന്നത് നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ ജീവിതം. നീ ശോധന ചെയ്യണം. നീ വിശ്വാസത്തിൽ തന്നെയാണോ അതോ നീ വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? നമുക്ക് സ്വയമായിട്ട് നമ്മുടെ കർത്താവുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ടോ? ശക്തമായ ഒരു ബന്ധം നമ്മുടെ യേശുവുമായിട്ട് നമുക്ക് വേണം. ഈ ഒരു ബന്ധമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും സഭയിലെ വിശ്വാസികളെ നമ്മൾ ആരെയും നോക്കി. ഇവിടെ യേശുവിനെ പറ്റി പറയുന്നത് അറിയാമല്ലോ. എന്താ പറയുന്നത്? വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവനും അവനെ നോക്കിക്കണം. വിശ്വാസത്തിന്റെ നായകനും. നല്ലൊരു വാക്യം വായിക്കാനുള്ളത് എവിടെയുണ്ട്? എവിടെ? എബ്രായ ലേഖനം 12:2. ഇടയ്ക്കിടയ്ക്ക് ഒരു വാക്യം ഇവിടെ വായിച്ചു. എബ്രായ 12:2. വിശ്വാസത്തിന്റെ നായകനും. കണ്ടോ? വിശ്വാസ വീരൻ എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവായ എബ്രാഹിം. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് തന്നിരിക്കുന്ന ആരുടെ മുഖത്തേക്ക് നോക്കാനാ? നമുക്ക് വേറൊരാളുണ്ട്. നമ്മൾ ആരെ നോക്കി ഇറങ്ങിയത്? നമ്മെ വിളിച്ചവൻ നമ്മുടെ കർത്താവ. അവന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിക്കണം, യേശുവിന്റെ മുഖത്തേക്ക്. ആ യേശുവിനെ പറ്റി പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ നിങ്ങൾക്ക്. ഞാനും നിങ്ങളും യേശുവിനോടുകൂടെ അവന്റെ വലതുഭാഗത്തിരിക്കുന്ന മക്കളാ. അവിടെ ഇരുത്തിയിരിക്കുക നമ്മളെ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസവും യേശുവിന്റെ വിശ്വാസവുമായിട്ട് ഒന്നിക്കട്ടെ. ആമേൻ. യേശുവിന്റെ ആൾക്കാരാ. ഞാൻ യേശുവിന്റെ ആളാ എന്ന് പറഞ്ഞാൽ എന്നാ കാര്യം? യേശുവിന്റെ ആളാ. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം, നിന്റെ പ്രവർത്തനം കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ദീപമാണോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കണം. പല പല തടസ്സങ്ങളും ഒക്കെ വരുമല്ലേ? യേശുവിന്റെ മുമ്പിൽ ക്രൂശല്ലേ, വേദനയില്ലായിരുന്നു, കണ്ണുനീരില്ലായിരുന്നു. അവിടെയോട് നോക്കിയോ? കർത്താവിനറിയാം ഒരു ക്രൂശ് കഴിയുമ്പം ഒരു കിരീടം ഉണ്ടെന്നുള്ളത്. ഒരു ക്രൂശ് കഴിയുമ്പോൾ ഉയർപ്പുണ്ടെന്ന് അറിയാം അല്ലേ? അത് ക്രൂശ് തന്നെ കിടക്കുകയാണ് ആള്. അല്ലല്ലല്ല എന്റെ കുഞ്ഞെ, ക്രൂശ് കഴിയുമ്പോൾ ഒരു ഉയർപ്പുണ്ട് കേട്ടോ. ഒരു ഉയർപ്പുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വിശ്വാസ ഗോളത്തിൽ നീ അല്പ പ്രയാസത്തിലൂടെ പോകുന്നെങ്കിലും അത് കഴിയുമ്പോൾ ഒരു ഉയർപ്പുണ്ടെന്നുള്ളത് മറക്കരുത്.
ആ ക്രൂശ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തുണ്ട്? കഷ്ടമുണ്ടോ? യേശു പറഞ്ഞില്ലേ എന്തുണ്ടെന്നാ പറഞ്ഞത്? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ? ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ടെന്നാ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞില്ല. അയ്യോ അപ്പുറത്തെ വീട്ടുകാരൻ വലിയ വീടാണല്ലോ, ആ ശൈലജ എഴുന്നേൽപ്പിച്ച് ഉറങ്ങിപ്പോയി, ഒന്ന് തട്ടിയവരാണ്. അപ്പോൾ എഴുന്നേറ്റു ശൈലജയെ എൻ്റെ കുഞ്ഞെ തുറന്നിരിക്കുക കണ്ണ്, ഒരല്പസമയം ഉറങ്ങി അങ്ങ് പോവുകയാണല്ലോ, ഇങ്ങോട്ട് കണ്ണ് തുറന്നിരിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിക്കൂ. ഓരോരുത്തരും അങ്ങ് ഉറങ്ങല്ലേ കേട്ടോ, ദൈവവചനം കേൾക്കണം, ഈ ആഴ്ച ജീവിക്കേണ്ടതാ. അച്ചായൻ പറഞ്ഞല്ലോ കഷ്ടമുണ്ടെന്നാ പറഞ്ഞു കേട്ടോ. ലോകത്തിൽ എന്തുണ്ട്? വീട്ടിൽ ചെല്ലുമ്പോൾ കഷ്ടങ്ങൾ വരും, ഭർത്താവിൻ്റെ കഷ്ടം വരും, ഭാര്യയുടെ കഷ്ടം വരും, മക്കളിലൂടെ കഷ്ടം വരും, പല പല കഷ്ടങ്ങളും പ്രയാസങ്ങളും. യേശു കണ്ടില്ലേ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. കാര്യം കഷ്ടം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ഒരു ഉയർപ്പുണ്ടെന്നറിയാം. അപ്പൊ ഏത് സമയവും കഷ്ടം വരുന്ന കണ്ടിട്ട് നമ്മൾ വേദനിക്കണ്ട. കുഞ്ഞെ കഷ്ടം കഴിയുമ്പോൾ ഒരു ഉയർപ്പുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ആ ഉയർപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ ജയാളിയായി ദൈവത്തിന് നമുക്ക് നല്ല ഹല്ലേലൂയ പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ പറഞ്ഞു മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. 32 വയസ്സായിട്ട് ഇവന്റെ കല്യാണം നടക്കുന്നില്ല. ആരുടെ കല്യാണം? ജസ്സിന്റെ കല്യാണം നടക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ, ഞാൻ 24.5 വയസ്സിൽ കല്യാണം കഴിച്ചവൻ. ഇവിടെ 25 കഴിഞ്ഞ് 26 27 28 29 30 31 ഇവന്റെ മൂക്കെ പല്ലും കിടത്തില്ല. കർത്താവ് ഇവനിനി പെണ്ണിനെ കിട്ടത്തില്ല. ഇനി ഞാൻ ഈ കർത്താവിന്റെ പേര് പറഞ്ഞ് ഇറങ്ങി തിരിച്ചല്ലോ. ഇവനൊരു കൊച്ചിനെ ഒരു പെൺകൊച്ചിനെ കിട്ടിയില്ലെങ്കിൽ അതൊരു നാണക്കേടാണല്ലോ. ഈ അച്ചായൻ ഇങ്ങനെ വിശ്വാസമാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവനൊരു പെൺകൊച്ചിനെ കിട്ടിയില്ലല്ലോ, ഒരു മരുമോളെ കിട്ടിയില്ലല്ലോ. ദിവസങ്ങളെ മാസങ്ങളെ വർഷങ്ങളെ കഴിയും കേട്ടോ. വേദന നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ റാണിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അറിയാത്ത ഒരു വേദനയുണ്ട്. ആരും ഒന്നും പറയുന്നില്ലല്ലോ, ശരിയല്ലേ? സാധാരണ വേദന ആരെ ഓർത്താം? നമുക്ക് മാതാപിതാക്കന്മാർക്ക് പെൺമക്കളെ ഓർത്താം. ഞങ്ങൾക്ക് പെൺമക്കളെ കുറിച്ച് ഒരിക്കലും വേദനിച്ചിട്ടില്ല. ആണിനെ ഓർത്ത് വേദനിച്ചു, പെൺമക്കളെ ഓർത്ത് വേദനിച്ചില്ല. നേരെ തിരിച്ച പെൺമക്കളെ ഓർത്ത് ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായില്ല. അവിടെ വന്ന് 2 ആൺപിള്ളേരെ വന്ന് കെട്ടിക്കൊണ്ട് പോയി. ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല 2 എണ്ണം വന്ന് കെട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ ഇവന് ഒരു ഒറ്റ നിപ്പ് നിൽക്കുക. നമ്മളതിൽ പെര നിറഞ്ഞ് പെണ്ണ് നിൽക്കുന്നതാണ് കേട്ട് തോന്നുന്നത്. ഞങ്ങൾക്ക് അങ്ങനല്ലായിരുന്നു, പെര നിറഞ്ഞ് ആട് നിൽക്കുകയായിരുന്നു. ഇവനൊരു പെണ്ണ് കെട്ടുന്നവനുണ്ട് ഞങ്ങളിങ്ങനെ. പക്ഷെ അവനോട് പറയാൻ പറ്റുമോ? അവനൊന്നും വേണ്ട, വേറൊരു രസം. എന്നാൽ ബഹളം വെക്കുന്ന ആൺപിള്ളേരുണ്ട്. എന്നെ പോലെയുള്ളവരൊക്കെയാണ് കെട്ടിയിട്ടേ ആണെന്നുള്ളൂ. കാരണം ഞാനത് 24 ആകുമ്പോഴേ കല്യാണം കഴിക്കണമെന്ന്. എവിടെ പെണ്ണെവിടെ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ഇങ്ങോട്ട് വരുന്നത്. ഓടി നടന്ന് ഞാൻ കിട്ടിയില്ല. അങ്ങനെ ഇവിടെ പിടിച്ചോണ്ട് വന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? ഓടി നടന്ന് കിട്ടിയില്ല. എത്ര പെൺപിള്ളേരെ ഞാൻ നോക്കി. ഇവിടുന്ന് ചങ്ങനാശ്ശേരി അങ്ങ് അങ്കമാലി വരെ ഞാൻ പെണ്ണുങ്ങളെ ഒരു 10-25 പെൺപിള്ളേരെ നോക്കി. ഒന്നിനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവസാനം ഇതിനെ കിട്ടി. സ്തോത്രം. അപ്പം കെട്ടണം. അന്ന് നമ്മൾ വലിയ ആഗ്രഹത്തോടൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നത്. അടിപൊളിയായിട്ട് ഇവിടെ ഗൾഫിലാരുമില്ല. അടിപൊളിയായിട്ട് ഇവിടെ വരികയില്ല. ഈ ചങ്ങനാശ്ശേരിയിലൊന്നും ഗൾഫിലൊന്നും പോയവരാരുമില്ല. ഞാൻ പോയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ സെൻ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ മണത്തോണ്ട് നടക്കും പിള്ളേരൊക്കെ പള്ളിയിൽ. മണം മാത്രം പിടിക്കാൻ ഒരു 25 പിള്ളേർ എൻ്റെ പുറകെയാണ്. അങ്ങനെ അത് ഞാൻ പള്ളിയിൽ പോകും മണം പിടിക്കാൻ. അന്ന് ഇപ്പോൾ സ്പ്രേ ഒന്നും ഇല്ലാത്ത കാലം ഞാൻ പറയുകയായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന് ഞാൻ കുറേ എണ്ണത്തെ കണ്ടിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ചേർത്തിയെ ആദ്യം നോക്കി. എനിക്ക് ആലോചിച്ച് പുള്ളിയുടെ ചേർത്തി അതിന് 1 വയസ്സ് കൂടുതലായ കാരണം അതിനെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ അമ്മ പറഞ്ഞ അവിടെ ഒരു കൊച്ചി ഇങ്ങനെ തൂത്തോണ്ട് നിൽക്കണം, എൻ്റെ കാല് കണ്ടൊന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്ന്. അങ്ങനെ കാല് കണ്ട് അമ്മ കാല് കണ്ട് ഞാൻ മുഖം കണ്ടു. അങ്ങനെ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചു. അപ്പൊ ഈ പുള്ളിക്കാരുടെ ചേർത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനെ കെട്ടിയിരുന്നെങ്കിൽ എനിക്കിന്നു നാശത്തോടെ നാശമായിരുന്നു. ദൈവത്തിൻ്റെ ഒരു കളി നോക്കി. ദൈവം എത്ര നല്ലവനാണ്. ആ കൊച്ചി ഇവിടേക്കാൾ സുന്ദരിയായിരുന്നു. അതിനെ ഞാൻ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു, ആ പൈങ്കിളി പോലൊരു പെണ്ണ നിനക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ട് പെണ്ണ് കെട്ടുന്നു. സത്യമല്ല. പക്ഷെ അതിനെ ഞാൻ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം താറുമാറായി പോയത്. അതൊരിക്കലും വിശ്വാസത്തിലും പറ്റില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര മർക്കടമുക്തി പെണ്ണല്ല. അതിനെ കണ്ടാൽ പറയത്തില്ല. ചെടുത്തി
അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിശ്വാസത്തിലൊന്നും അവൻ തന്നെ ഇവരുടെ വീട്ടിൽ ആരും വന്നിട്ടില്ല. അപ്പൊ വിശ്വാസത്തിൽ ഒരു പെണ്ണ് വരണമെങ്കിൽ ദൈവം കണ്ടതല്ലേ. ഒരു സാറായെ ദൈവം എബ്രാഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? എന്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ അറിയാത്ത കാലത്ത് പോലും ദൈവം ഇവിടെ ഒരുക്കി വെച്ചെങ്കിൽ ദൈവത്തെ അറിഞ്ഞ നമുക്ക് ദൈവം എത്ര വലിയ നന്മ ചെയ്യും. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? കല്യാണത്തിനകത്ത് കയറി പോയത് എവിടെയായിരുന്നു? സാറയുടെ കാര്യമാണ്. ആ സാറായിക്ക് നേരത്തെ എന്തുണ്ടായിരുന്നു? സാറയുടെ വിശ്വാസം കൊണ്ടാണ് ഈ കൊച്ചൻ ഉണ്ടായത്. പക്ഷെ അറുക്കാൻ കൊണ്ടുപോയ സമയത്ത് ഇവളോട് മിണ്ടിയില്ല. പിടികിട്ടില്ല. എന്തുകൊണ്ടാണ് മിണ്ടാൻ? എബ്രാഹത്തിന്റെ അത്രയും വിശ്വാസം ആർക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ചില കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ ആരെ പിടിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയെ പിടിക്കേണ്ട ചിലർ ഭർത്താക്കന്മാരും, ചിലർ നല്ല ഭാര്യമാരും നല്ല 100-ആയിരിക്കും നിൽക്കുന്നത്. ഭർത്താവ് വെറും 1% പോലും കാണുന്നില്ല, ഇല്ലേ? അപ്പൊ പിന്നെ നമ്മൾ രണ്ടും പറയണ്ട. ഭാര്യ മാത്രം പോരല്ലോ, ഭർത്താവിന്റെ കാര്യം പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? വിശ്വാസത്തിൽ വളരണം. അടുത്തിരിക്കുന്ന ആളുടെ പറ, അല്ലയോ വിശ്വാസി, പറഞ്ഞു, നീ വിശ്വാസത്തിൽ വളരണം. അല്ലെ, നിന്നോട് രഹസ്യങ്ങളൊന്നും പറയത്തില്ല, ദൈവമൊന്നും പറയത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ജോർജപ്പായോട് ചോദിക്കട്ടെ, അതിന് നമ്മൾ എന്നാ ചെയ്യണം? വെരി ഗുഡ്. ഒരു കയ്യടി കൊടുത്ത് ജോർജപ്പായി ഉത്തരം പറഞ്ഞു. അത് എവിടെയാ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം വായിച്ചേ. വിശ്വാസം കേൾവിയാലും, എവിടെയാണ്? റോമാലേഖനം 10:17 വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേട്ടോ? എല്ലാവരും ഉറക്കെ വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ നമുക്ക് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കണം. വിശ്വാസം വർദ്ധിക്കാൻ എന്നാ ചെയ്യണം ജോസ്മി? എല്ലാ ദിവസവും വചനം വായിക്കണം. പറഞ്ഞുപിടിക്കില്ല. വചനം വായിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. കാരണം വിശ്വാസം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ഓരോ ദിവസവും ദൈവവചനം വായിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വചനം കൊണ്ട് ബൈബിൾ വായിച്ച് നിറയണം. ബൈബിൾ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനം കൊണ്ട് നിറയണം. അങ്ങനെ വരുമ്പം ഹൃദയം നിറഞ്ഞു കവിയുന്നത് നിന്റെ വാ സംസാരിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നത്. ചിലരടുത്ത് നമ്മൾ പോയിരുന്നേ കുറച്ചു നേരം എന്തായിരിക്കും നമ്മൾ, അല്ലേ? ലോക മനുഷ്യന്റെ അടുത്ത് നമ്മൾ പോയിരുന്നാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ എന്തൊക്കെ പറഞ്ഞു വരും? അയലോക്കക്കാരന്റെ വണ്ടിയുടെ വലിപ്പം, അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നാട്ടുകാരുടെ കാര്യം, വിശ്വാസി വർത്തമാനം പറയുന്നതാണ്. നിങ്ങളായാലും ഇവിടെ നോക്കിയാൽ മതി. ഒരുത്തം വിശ്വാസിയാണോ അല്ലയോ എന്ന് നോക്കണമെങ്കിൽ ലോകകാര്യം പറയുന്നവനാണെങ്കിൽ അവനെ സൂക്ഷിച്ചോണം. അവൻ അതും ഇതുമൊക്കെ പറയും. ഇല്ല ചായ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് ദൈവവചനം പറഞ്ഞു, 2 പേരോട് ഞാൻ യേശുവിനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒരു പ്രശ്നപ്പെട്ടു, ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവീക കാര്യങ്ങൾ പറയും. മറ്റവൻ പറയുന്നത് എന്നാന്നറിയോ? ലോക മനുഷ്യൻ, വചനം വായിക്കാത്തവൻ, അവന് വേറൊന്നും അറിയത്തില്ലല്ലോ. വചനം വായിക്കാത്തവനായതുകൊണ്ട് അവൻ ലോകകാര്യം പറയും. അതാ ചോദിച്ചത്, നീ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിന്നെ തന്നെ ശോധന ചെയ്യണം, പരീക്ഷിക്കണം. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്താൽ നിറയണം. യേശു എത്രാമത്തെ വയസ്സിലാണ് വചനത്തിൽ നിറഞ്ഞത്? 12ാമത്തെ വയസ്സിൽ ബൈബിള് മുഴുവനും കാണപ്പെടും. ഈ പിള്ളേർ വിടുന്ന് പഠിക്കുന്നില്ലേ? എന്തിനാണെന്നറിയാം നിങ്ങൾ വിട്ടിരിക്കുന്നത്?
തോന്നിവാസം പോകാതിരിക്കാൻ, കള്ളുകൂടിയനാകാതിരിക്കാൻ, കാശൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ പോകണമെന്നില്ല. മുസ്ലിമും ഹിന്ദുവും എല്ലാവരും കാശുണ്ടാക്കുന്നില്ലേ? അമേരിക്കയിൽ പോകുന്നില്ലേ? ഗൾഫിൽ പോകുന്നില്ലേ? ഇവിടെ പോയി പണിയെടുക്കുന്നില്ലേ? കാശുണ്ടാക്കാനാണ്. ഞങ്ങളൊക്കെ യേശുവിനെ അറിയുന്നതിന് മുമ്പ് കാശുണ്ടാക്കുന്നതാണ്. അതിന് ഞങ്ങൾക്ക് യേശു ഒന്നും വേണമെന്നില്ല. എൻ്റെ അപ്പനൊക്കെ അന്നേ കാലത്ത് പോയതാണ്. ആദ്യം പോയത് ചങ്ങനാശ്ശേരിയിൽ എൻ്റെ അപ്പനാണ് പോയത്. ഗൾഫിലോ പേർഷ്യയിലേക്ക് ആദ്യം പോകുന്നത് എൻ്റെ അപ്പനാണ്. ഈ രാജ്യത്തിന് ആദ്യം പോയി. ഗൾഫിന്റെ പൈസയും ഗൾഫിന്റെ തുണിയും ഗൾഫിന്റെ സ്പ്രേയും ആദ്യം ഈ കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂറിൽ എൻ്റെ അപ്പൻ ആദ്യം കൊണ്ടുവരും. ഇവിടെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല വൃത്തിയായിട്ട് നടക്കുന്നു. സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന ഏറ്റവും ടിപ്പ് ടോപ്പായിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. ഞങ്ങൾക്ക് തന്നെ നാണക്കേടായിരുന്നു ഇത്രയും വൃത്തിയായിട്ട് പോകണം. കാരണം അച്ചാച്ചൻ അവിടെ നിന്നല്ലേ കൊണ്ടുവരുന്നില്ല. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ പോയത് എൻ്റെ അപ്പൻ. അന്ന് അവിടെ ഇന്ത്യയുടെ രൂപയ സാലറി. ഇപ്പോഴല്ലേ ആൾക്കാരെല്ലാം പോകുന്നു. അന്ന് അച്ചാച്ചൻ അയക്കുന്ന 106 രൂപയ. അന്ന് ഗ്രാംസ് ഒന്നും ഇല്ല അവിടെ. അവിടുന്ന് മണി ഓർഡർ അയക്കുന്നു എൻ്റെ അപ്പൻ. ആ കാലത്ത് അച്ചാച്ചൻ പോയത്. അതിനൊന്നും നമുക്ക് യേശു വേണമെന്നൊന്നുമില്ല, ദൈവത്തെ വേണമെന്നൊന്നുമില്ല. ഗൾഫിൽ പോകാനും കാശുണ്ടാക്കാനും. എന്നാൽ കർത്താവിനെ നമ്മൾ അറിയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ് കേട്ടോ. യേശുവിനെ അറിയുക എന്ന് പറയുന്നത് അതാണ് ദൈവത്തിന്റെ കൃപ. നമ്മുടെ മേൽ വന്നത് ആ ഭയങ്കര വിഗ്രഹാരാധികളിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചതാണ്. എന്നെ എന്താ പറഞ്ഞത്? എന്നോട് വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? വളരണം. കാശുണ്ടാക്കുന്നതിലല്ല വളരേണ്ടത്. കർത്താവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരാൻ സാധിക്കും. അതിന് നമുക്ക് വചനം വേണമെന്നാണ് പറഞ്ഞത്, അല്ലേ? ദൈവവചനം. യേശു ക്രിസ്തുവിന്റെ അടുത്ത് സാത്താൻ വന്നപ്പം യേശു ഞാൻ പറഞ്ഞു വന്നത് 12ാമത്തെ ഈ പിള്ളേരിന്ന് പഠിക്കുന്നതിനെ പറ്റി. ഈ പിള്ളേരിന്ന് ഇന്ന് നമ്മുടെ പിള്ളേർ ഇതുപോലെ നമ്മൾ പഠിച്ചിരുന്നെങ്കിലോ നമ്മൾ ഇന്ന് ആരായിരുന്നു? ഇന്ന് ഈ പിള്ളേർ വചനം പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം. നന്മ നിറഞ്ഞവളെ നിനക്ക് സൃഷ്ടി, അത് തന്നെ തെറ്റാ പറയുന്നത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അത് തന്നെ ഈ കത്തോലിക്കൽ പഠിപ്പിച്ചത് ശരിയല്ലെന്നുള്ളതാണ്. അവിടെ എങ്ങനെയാ പഠിപ്പിച്ചത്? നന്മ നിറഞ്ഞവളെ എന്നാണോ? പിന്നെന്തോ കൃപ ലഭിച്ചവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ കത്തോലിക്ക പള്ളി, ചങ്ങനാശ്ശേരി പള്ളിയിൽ ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളെ കണക്കല്ലേ ഭക്തനായിരുന്നു ഞാൻ കേട്ടോ. ഞാൻ ഈ പള്ളി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി പള്ളിയിൽ ഏറ്റവും ഭക്തനാണ്. ഇവിടെ മഴക്കാളിയും തോന്നിവാസവും പെണ്ണുപിടിയും ഒന്നുമില്ല. മര്യാദയ്ക്ക് നടന്ന മനുഷ്യനായി. പള്ളി എല്ലാ കുർബാനയ്ക്കും ഞാൻ പോകുമായിരുന്നു ചങ്ങനാശ്ശേരി പള്ളിയിൽ. അവിടുത്തെ അച്ഛൻ ഇവരുടെ ആങ്ങളോട് ചോദിച്ചു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു ചെറുക്കനുണ്ട് കുരിശുമൂട്ടിലെ റോബിൻ, വേഗം കെട്ടിച്ചോളാം. കാഞ്ഞിരപ്പള്ളിയിൽ ഇവർ ആങ്ങളെ ചോദിക്കാൻ പോയതാ. അവരുടെ പള്ളിയിൽ നിരപ്പേലച്ഛൻ്റെ അടുത്താണ് പോയത്. നിരപ്പേലച്ഛൻ ഇവിടെ ഇരുന്ന, നമ്മുടെ പള്ളിയിൽ ഇരുന്ന. ഞാനും നിരപ്പേലച്ഛനും ചക്കരയും തേങ്ങായിട്ട് ഈ പള്ളിക്കകത്ത്. ആ അച്ഛൻ കാഞ്ഞിരപ്പള്ളിയിൽ ചെന്ന സമയത്ത് എൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട്, ഞാൻ ആരാണെന്ന് ചോദിക്കാനായിട്ട് റാണിയുടെ ആങ്ങളെ പോയിട്ട് ചോദിച്ചു, റോബിൻ എന്ന് പറയുന്ന ഒരാളെ അറിയാം, ചങ്ങനാശ്ശേരിക്കാരനാണ്, ഞങ്ങൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്, വേഗം കെട്ടിച്ചോളാൻ തുടങ്ങി. നല്ല ചെറുക്കനാണ്. ഏതാണെന്നറിയാം? അവിടെ കോളേജ് ഉണ്ടാക്കിയ അച്ഛനാണ് നിരപ്പേലച്ഛൻ. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പുള്ളി മരിച്ചുപോയി. നിങ്ങൾക്കറിയാം, അമ്മച്ചിക്ക് അറിയാം നിരപ്പേലച്ഛന്. ആ കാലത്ത് ഞാൻ പറഞ്ഞതാണ്, ഇവിടെ തോന്നിവാസം കളിക്കുകയോ പള്ളി പോകാതിരിക്കുകയോ വീട്ടിൽ അടക്കോതുക്കത്തിന് മാന്യമായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. ഒരു അഴുക്ക് സാക്ഷ്യം ഈ ചങ്ങനാശ്ശേരിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്തിനാ നമുക്ക് വ്യത്യാസം? അതിൻ്റെ അകത്തുനിന്ന് വചനമെന്ന് പറയുന്നതില്ല. ഒറ്റ വചനം അറിയും. ഞാൻ ഓർക്കുകയായിരുന്നു, അന്ന് ആ 10ാം ക്ലാസ് വരെ പള്ളിക്കകത്ത് നമ്മളെ പലതും പഠിപ്പിച്ചു. പുണ്യാളന്മാരെ പറ്റി 10ാം ക്ലാസ് വരെയും അവിടെ സൺഡേ സ്കൂളുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളിയിലെല്ലാം. പക്ഷെ പഠിപ്പിക്കുന്നത് എന്തോ ഈ നന്മാറിഞ്ഞറിയൊക്കെ വചനത്തിന്റെ ഒരു അക്ഷരം അറിയാം. ഒരക്ഷരം ദൈവം നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക വചനം. നമ്മുടെ പിള്ളേര് പഠിക്കുന്നതാണിത്. നല്ലതായിട്ട് വരും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ ചെറുപ്പത്തിലെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. അങ്ങനല്ലേ പറയുന്നത്? ബാലൻ അങ്ങനെയല്ലല്ലോ നമ്മൾ വളർന്നത്. ഞാൻ ചെറുപ്പിന് പോകും. എൻ്റെ പൊന്നമ്മേ ചെറുപ്പ് കാണുമ്പോൾ എവിടെയാണ്? നമ്മുടെ കാവിലമ്പലത്തിൽ. അത് കഴിയുമ്പോഴത്തേക്ക്
ചന്ദനക്കുടത്തിന് മുസ്ലിം പള്ളിയിൽ പോകും, അവിടെ രാത്രിയിൽ ഗാനമേള കേൾക്കാനായിട്ട്. അത് കഴിയുമ്പോൾ ചങ്ങനാശ്ശേരി പള്ളിയിൽ അതും പോകും. ഞാനും അണിയും കൂടെ പോകുന്ന സ്ഥലങ്ങളില്ല. ഇതെല്ലാം കാണാൻ പോകും. പള്ളിയും ഉണ്ട്, ഭക്തനുമാണ്, എല്ലാം കുഴപ്പമൊന്നും പൊന്നാസമൊന്നും പോകില്ല. ഇതെല്ലാം കാണാൻ പോകും. പക്ഷേ നമുക്ക് അറിയാൻ മേലാതെ പോയതെന്തോ. ഞാൻ ഇന്നലെ ആരാണ്ടോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇവന്മാർ, ഈ അച്ഛന്മാര് ഈ പിള്ളേരെ വചനമൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ 10ാം ക്ലാസ് വരെ നമ്മുടെ രാജ്യം നന്നായേനെ. നമ്മുടെ എത്രയോ കത്തോലിക്കർ ഇതൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരു മാറ്റം ലോകത്തിലുണ്ടായിരുന്നു. ഒരു മാറ്റം. ഞാൻ പറഞ്ഞു വന്നത്, യേശു 12ാമത്തെ വയസ്സിൽ ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും വചനം പറഞ്ഞ് തോൽപ്പിക്കുമായിരുന്നു. കേട്ടോ ജോജി? എത്രാമത്തെ വയസ്സില? ജോജിക്ക് എത്ര വയസ്സായി? വചനം പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റും? എവിടെ? ഈ മുതുക്കുപുറ പിടിച്ച പ്രായത്തില് 2-3 വചനം കാണാപ്പെടാൻ അറിയുന്ന പോലും അറിയുന്നു. അപ്പൊ ആലോചിച്ച് നോക്കി, എന്നാ ഗതികേടാന്നുള്ളത്. നമ്മുടെ മക്കൾക്ക് ഇത്രയും ദൈവം കരുണ കൊടുത്തു. കേട്ടോ, കര ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. ഇതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മളും വളരണം വചനത്തിൽ, അവരും വളരണം, നമ്മുടെ കുഞ്ഞുങ്ങളും വളരണം. അപ്പൊ നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം എങ്ങനെയാ വളരുന്നത്? ആരാധിച്ചാ വളരും? ആരാധിച്ചാൽ വളരും. വചനത്തിൽ വളരണം. വിശ്വാസം നമ്മുടെ വളരുന്നത് എങ്ങനെയാ? കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. അയ്യപ്പനെ പറ്റി കേട്ടാൽ അയ്യപ്പനുള്ള വിശ്വാസം വരും. ഞാൻ എപ്പോഴും പറയുന്നില്ല, ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചാൽ ദൈവം ഇല്ലെന്നുള്ള വിശ്വാസമായിരിക്കും. മുസ്ലിമിനെ പറ്റി പഠിച്ചാൽ മുസ്ലിമിലുള്ള വിശ്വാസം വർദ്ധിക്കും. നമ്മളോട് പറയും, മാതാവിനെ പഠിച്ചാൽ മാതാവിന്റെ വിശ്വാസം. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ആരെയാ? ഇവിടത്തെ പറഞ്ഞു കേട്ടില്ല, എങ്ങനെ വിശ്വാസം? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനം. ആ ബൈബിൾ എടുത്ത് വായിക്കണം. ബൈബിൾ എടുത്ത് വായിച്ച് യേശു 12ാമത്തെ വയസ്സിൽ ന്യായശാസ്ത്രിമാരെയും പരീശന്മാരെയും ഒക്കെ മുട്ടുകുത്തിക്കുമായിരുന്നു. നിനക്ക് അക്രൂവിനെ പറ്റുന്നുണ്ടോ മുട്ടുകുത്തിക്കാൻ? ഈ പ്രായത്തിൽ മുട്ടുകുത്തി 12ാമത്തെ വയസ്സിൽ ആരെവിടുന്ന് ചോദിച്ചാലും പറയുമായിരുന്നു. നിനക്ക് പറയാൻ പറ്റും, ചലഞ്ച് ചെയ്യും, പറയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ പിള്ളേർ പറയൂ. യേശു പറയുവാനും 12ാമത്തെ വയസ്സിൽ വചനം കൊണ്ട് നിറയുവാനും എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ അധികം പണം ഉണ്ടാക്കുന്നതല്ല, ഒന്നുമല്ല ദൈവമക്കളെ, അവർ വചനത്തിൽ അവർ നിറഞ്ഞിരിക്കണം. വചനം ഉണ്ടെങ്കിൽ അവർ പാപത്തിന്റെ വഴികളിൽ പോകത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ആത്മാവും ജീവനുമായ വചനം അവരോട് സംസാരിക്കും. പറഞ്ഞില്ലേ, ബാലൻ പാപം ചെയ്യാതിരിക്കണമെന്ന്. എങ്ങനെ? നിന്റെ ഹൃദയത്തിൽ വചനം സംഭരിക്കുന്നത് കൊണ്ട് തന്നെ. നിന്റെ ബാലൻ പാപം ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? ഹൃദയത്തിൽ വചനം. അക്രൂ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? ഹൃദയത്തിൻ്റെ അകത്ത് വചനം പറയണം. കാരണം നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ആത്മാവും ജീവനുമായ വചനം നമ്മളോട് സംസാരിക്കും. അങ്ങനെ പക്രു ഒരു പാപം ചെയ്യാൻ പോവുക. പാപം ചെയ്യാൻ പോകുമ്പോൾ വചനം ഉള്ളിലുണ്ടെങ്കിൽ ആ വചനം നമ്മളോട്, മകനെ അത് തെറ്റാണ്. വചനമില്ല, പാപം ചെയ്യും. നീ പാപം ചെയ്യാതിരിക്കാൻ നിന്റെ ഹൃദയത്തിൽ വചനം കൊണ്ട് നിറയണം. അപ്പൊ നീ പാപം ചെയ്യത്തില്ല, കള്ളക്കച്ചവടം ചെയ്യത്തില്ല, ആരെയും ചതിക്കത്തില്ല, ചീത്ത വിളിക്കത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കും. ആരെ അനുസരിച്ച് നടക്കും? ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാ? സ്നേഹം. എല്ലാവരും പറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങള്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 വരും പുറത്തോട്ട്. വചനത്താൽ നിറയുമ്പോൾ നീ ആത്മാവിനെ അനുസരിക്കും. കാരണം ആത്മാവെന്ന് പറയുന്നത് എന്താകുന്നു? ഈ വചനമെന്ന് പറയുന്നത് ആത്മാവും ജീവനുമാണ്. ഈ വചനമെന്ന് പറയുന്നത് എന്താകുന്നു? ആത്മാവും ജീവനുമാണ്. ഈ പരിശുദ്ധാത്മാവ്
നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. വിശ്വാസ വീരനായിട്ട് മാറും. യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നപ്പോൾ യേശു ഉപയോഗിച്ചത് എന്തോ? വചനം കൊണ്ട് ഓടിച്ചു. എവിടുത്തെ വചനം എടുത്തത്? ആവർത്തന പുസ്തകത്തിലെ 3 വചനം ആരെടുത്തു? യേശുവിന് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം അറിയാവുന്നതുകൊണ്ടല്ലേ. ആദ്യം വന്നപ്പോ എന്താ പറഞ്ഞത്? അയ്യോ, നിനക്ക് വിശക്കുന്നല്ലോ, നീ ദൈവമല്ലേ, ഈ കല്ലിനോട് അപ്പമാണ്. നമ്മളാണെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ചത് കാണിച്ചു കൊടുക്കും. യേശു അത് കാണിച്ചു. യേശു എന്നാ പറഞ്ഞു? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഉണ്ടോ? സാത്താനെ ഓടിച്ചുണ്ടോ? അവനുമായിട്ട് കെട്ടിപ്പിടിച്ച് നടന്നില്ല. രണ്ടാമത്തതോ, യേശുവിനെ എവിടെ കൊണ്ടുപോയി? ഉയർന്ന മലയുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, എടുത്ത് ചാടാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത് എന്ത് ചെയ്തു? പറയാണ്, ലോകത്തിന്റെ സമ്പത്തെല്ലാം കാണിച്ചു കൊടുത്തു. എന്നെ വീണ് നമ്മുടെ അംബാനിക്ക് കിട്ടിയവർക്ക്, ടാറ്റായ്ക്ക് കിട്ടിയവർക്ക് ലോകത്തിന്റെ സമ്പത്തെല്ലാം മനുഷ്യൻ അതിന്റെ പുറകെയല്ലേ ഓടുന്നു. ഈ സമ്പത്തെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. അപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. പറഞ്ഞ് എഴുതപ്പെട്ട വചനം. ഉറക്കെ പറഞ്ഞ എല്ലാവരും, എഴുതപ്പെട്ട വചനമാ യേശു സംസാരിച്ചത്. എഴുതപ്പെട്ട വചനം എഴുതപ്പെട്ടതുപോലെ കടന്നാൽ അതിനെ പറയും ലോഗോസ്. അത് അങ്ങനെ തന്നെ എഴുതപ്പെട്ട വചനമാണ്. അതിന് ശക്തിയില്ല. പറഞ്ഞ് എഴുതപ്പെട്ട വചനം അങ്ങനെ തന്നെ ഇരുന്നാൽ അതിന് ശക്തിയില്ല. എഴുതപ്പെട്ട വചനം നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ അതിന് ശക്തിയുണ്ടെന്നുള്ളത്. എഴുതപ്പെട്ട നിന്റെ കയ്യിലിരിക്കുന്ന വചനം, ബൈബിൾ എന്റെ കയ്യിലുണ്ട്, പ്രയോജനമൊന്നുമില്ല. അതിന് പറയുന്ന ലോഗോസ്, എഴുതപ്പെട്ട വചനം. യേശു പറഞ്ഞല്ല, അങ്ങനെ എഴുതിയിരിക്കുന്നു. ലോഗോസ് എന്ന് പറയും. അത് എഴുതിയിരിക്കുന്നു. ആ ലോഗോസ് എന്നുള്ളത് റേമയാവണമെങ്കിൽ, റേമ എന്ന് പറഞ്ഞാൽ എന്തോ? വെളിപ്പാടായി മാറണമെങ്കിൽ അത് നീ എന്ത് ചെയ്യണം? നിന്റെ ആധാരത്തിൽ നിന്ന് നീ ഉച്ചരിക്കണം. അത് നിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന വചനം ഫലം പുറപ്പെടുവിക്കാതെ എന്നിലേക്ക് മടങ്ങി വരത്തില്ല. അപ്പൊ നിന്റെ വായിൽ നിന്ന് നീ അത് പറയണം. യേശു പറയുക, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന. അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന കഴിച്ചിട്ട് വേണം ചോറ് വിളമ്പാൻ. പണ്ടൊക്കെ കത്തോലിക്കയിലൊക്കെ ആയിരിക്കും കുരിശ് വരച്ചിട്ട് വീട്ടിൽ ചോറ് വിളമ്പത്തുള്ളായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും അങ്ങ് ചുമ്മാ കയറി തിന്നരുത്. ഭാര്യയും ഭർത്താവും പിള്ളേരോട് ഇരുന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, 2 പാട്ട് പാടണം. എന്നിട്ട് വേണം അമ്മ ചോറ് വിളമ്പാൻ. ചോറ് വിളമ്പി കഴിഞ്ഞാൽ ആരെങ്കിലും കുടുംബനാഥൻ ഉറക്കെ പ്രാർത്ഥിക്കണം, സ്തോത്രം പറയണം. യേശുവേ, നീ ഞങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിനായിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. കിട്ടിയതങ്ങ് എടുത്തങ്ങ് കുടിക്കുകയും തിന്നുകയും ചെയ്യരുത്. വഴിക്കട പോകുമ്പോൾ നാരങ്ങാവെള്ള കടയിൽ ചെല്ലുമ്പോൾ നാരങ്ങാവെള്ളം ഇത് കഴിയുമ്പോൾ ഓടുവല്ലോ നാരങ്ങാവെള്ളം കുടിക്കാൻ. ഉള്ള എയ്ഡ്സ് എല്ലാം കൂടെ മേടിച്ച് വൈകിട്ട് എടുത്തു സ്തോത്രം പറഞ്ഞിട്ട് വേണം കുടിക്കാൻ. യേശുവിന്റെ നാമം പറഞ്ഞു വേണം കുടിക്കാൻ. അല്ലാതെ കിട്ടിയ ഉടനെ മേടിച്ച് കുടിച്ച് നാട്ടിൽ കൂടെ പോയ എല്ലാ അസുഖവും മേടിച്ചുകൊണ്ട് നടക്കരുത്. യേശുവിന്റെ നാമത്തിൽ നാരങ്ങാവെള്ള കച്ചവടക്കാരൻ തരുമ്പം ആ നാമത്തിൽ വേണം അത് വിശുദ്ധീകരിക്കപ്പെടണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം കഴിക്കാൻ. വൈകുന്നേരം അപ്പനും മക്കളും ഇരുന്ന് അപ്പൻ അധ്വാനിച്ച് വന്നു കഴിഞ്ഞാൽ കുളിയെല്ലാം കഴിഞ്ഞ് അമ്മ റെഡിയാക്കി ആഹാരം വെച്ച് മക്കളുമായിട്ട് ഇരുന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഹല്ലേലൂയ! അങ്ങനെ കഴിക്കുന്നവരെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. ഇത്ര പേരെ നല്ല ഹല്ലേലൂയ കൈ പൊക്കി പറഞ്ഞു. നിങ്ങൾ ചെയ്യാത്തവർ ചെയ്തോണം കേട്ടോ. അഭ്യാസമൊന്നും പറ്റത്തില്ല. ഈ സഭയെ വരുന്നുണ്ടെങ്കിൽ പറയാൻ ദേവദാസം പറയുന്നത് അനുസരിച്ചോ. അനുസരിക്കാത്തവരോട് വരണ്ട. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.
ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാവുള്ളൂ. ഹല്ലേലൂയ. യാത്രയ്ക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ അവിടെ രാവിലെയാണ് പ്രാർത്ഥന. രാവിലെ ആരാധനയും പ്രാർത്ഥനയും എല്ലാവരും കേൾക്കാൻ ഞാൻ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ അതിനകത്ത് കയറണം. വിശ്വാസം വർദ്ധിക്കണം ഓരോ ദിവസവും. ഇവിടെ ചോദിച്ചില്ലേ ഇന്ന്, നിങ്ങൾ വിശ്വാസത്തിലായിരിക്കുന്നോ എന്ന് നിങ്ങളെ എന്ത് ചെയ്യണം? പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുക, നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ? വിശ്വാസത്തിലായിരിക്കണം. വിശ്വാസത്തിലാണെങ്കിൽ വചനത്തിൽ നിറയണം. വിശ്വാസം വർദ്ധിക്കണം, എന്ത് ചെയ്യണം? വചനത്തിൽ നിറയണം. വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നീ നടന്നു പോകുമ്പോൾ പുറയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നതാണ്, മകനെ ഈ കൂട്ടുകാരനെ നിനക്ക് വേണ്ട, ഈ കൂട്ടുകാരന്റെ പുറകെ പോകണ്ട എന്ന് നിന്റെ ഉള്ളിലൂടെ ഒരാത്മാവ് സംസാരിക്കും. നീ പോകുന്ന വഴിയിൽ നീ എങ്ങനെ പോകണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയും. നീ ആ ശബ്ദം കേൾക്കുന്ന അനുസരിച്ച് വേണം പോകാൻ. ഒരാൾ വിളിച്ചാൽ ഉടനെ അയാളുടെ പുറകെ അങ്ങ് പോകില്ല. ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്നിട്ട് ദൈവമേ, ഞാനത് പോകേണ്ടതാണോ ചെയ്യേണ്ടതാണോ എന്ന് ആലോചന ചോദിച്ചിട്ട് വേണം. ഏമേ. ഈ സഹോദരപുത്രൻ കൂടെ താമസിച്ചപ്പോൾ ഈ മനുഷ്യനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ വീരം വെച്ചപ്പെടുത്തിയിട്ട് ഈ ലോകത്തുണ്ടല്ലോ, ചില വീടുകളിലൊക്കെ ചേട്ടാനിയന്മാരും ഒത്തിരി പേരൊക്കെ കാണൂല, 5 or 6 പേര്. അപ്പനും അമ്മയും കൂടെ വീതം വെക്കും. ഒരു 10 സെന്റോ 20 സെന്റോ ഒക്കെ ഉണ്ട് വീതം വെക്കും. അപ്പൊ ചില വലിയ വില്ലന്മാരുണ്ട്, വിശ്വാസികൾ. എൻ്റെ ഒരു വിശ്വാസിയുണ്ട്. വിശ്വാസി 1 സെന്റിന് വേണ്ടി അടി വെച്ചവന്മാരുണ്ട്. 1 സെന്റിന് വേണ്ടി ഇപ്പോഴും കേസ് കളിച്ചുകൊണ്ടിരിക്കുക. 5 ഏക്കറുള്ള ഒരു ദൈവ പൈതല ഒരപ്പന മക്കൾക്ക് 2 പേർക്കും 2.5 ഏക്കർ വീതം കൊടുത്തു. ഓരോ വീടും വെച്ചു. എന്നിട്ട് ചേട്ടന് 1 സെന്റ് കൂടുതൽ അവിടെ പോയി. അപ്പൊ അനിയൻ പോയി കേസ് കൊടുത്തു. വിശ്വാസിയാണ്, കേസ് കൊടുത്തു. പിന്നെ വിശ്വാസിയായിട്ട് ഇരിക്കുന്നത്? നീ അങ്ങനത്തെ ആളാണ് അവിടെ ഇരിക്കുന്നത്? തട്ടിപ്പം കൊണ്ടാണ് ഇരിക്കുന്നത്? എബ്രഹാം അങ്ങനത്തെ ആളല്ലായിരുന്നു. നീരൊഴുക്കുള്ള ദേശം മുഴുവൻ സഹോദരപുത്രൻ കൊണ്ടുപോയി, ഇല്ലേ? അപ്പൊ അവനോട് പറഞ്ഞ എന്നാന്നറിയോ എബ്രഹാം പറഞ്ഞത്? നീ വലത്തോട്ടെങ്കിൽ, കാരണം നമുക്ക് ഒത്തിരി സമ്പത്തായി പോയി, അപ്പൊ നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പന് ഇത്രയും ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, 2 മക്കളുമുണ്ട്. അവർ പറയുക ഈ 2 സെന്റ് നമുക്ക് അങ്ങോട്ട് ചേട്ടനോടോ അല്ല അനിയനോട് പറയും, നിങ്ങൾ ഏതാന്നുള്ളത് എടുക്കുക, നിങ്ങളുടെ ബാക്കി ഈ തന്നാൽ മതി, ഇല്ലേ ഇത് കുഴപ്പമില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരു അല്ലിയ കൊടുത്ത് ചില കുറവാണ്, ശബ്ദം കുറവാണ്, കള്ളന്മാരാണ് ഇരിക്കുന്നില്ല. ഞാൻ ചോദിച്ചത് 10 സെന്റ് സ്ഥലമുണ്ട്, 2 സെന്റ് വീതം ഓരോരുത്തരങ്ങ് കൊണ്ടുപോകുക. ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും നിങ്ങൾ എടുത്തിട്ട് ബാക്കി ഈ തന്നാൽ മതി, ഇല്ലേലും കുഴപ്പമില്ലെന്ന് പറയുന്ന എത്ര എണ്ണം വൈകിട്ടുണ്ടെന്ന് ചോദിച്ചു. ആ ഉള്ളവരെ ഓർമ്മ പറയാം, ബാക്കിയുള്ളവർ പറയാൻ തുടങ്ങിക്കണം കേട്ടോ. എനിക്ക് കിട്ടിയേ പറ്റും, മേടിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. നീ മേടിച്ചിട്ടല്ല, നിന്റെ ജീവിതമേ പോകാം. അതിനെ പറയാം, നീ ക്രിസ്ത്യാനിയേ അല്ല, നീ പേരിന് നടക്കുന്ന. എൻ്റെ കുഞ്ഞെ, ഇവിടെ ഒരു വിശ്വാസികളുടെ പിതാവ് എന്താ ചെയ്തെന്നറിയാവോ? നീ നല്ലത് നീരൊഴുക്കുള്ളതെല്ലാം ആരെടുത്തു? സഹോദര പുത്രനായ അവനോട് പറഞ്ഞ എന്നാന്നറിയാവോ? എന്താ പറഞ്ഞേ? നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. നീ ആദ്യം എടുത്തോളാൻ പറഞ്ഞു. ഇവൻ നല്ലതെല്ലാം എടുത്തു. ആരാ? ലോത്ത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? അബ്രാഹമേ, കരയാണോ ഇന്നുകൊണ്ട്? ആരും ഇല്ലെന്നോർത്ത് കരയാണോ? നല്ല സ്ഥലമല്ല ഇവൻ കൊണ്ടുപോയി. ശേഖരന്റെ മക്കളെ, അനിയന്റെ മക്കളെല്ലാം നല്ല സ്ഥലം കൊണ്ടുപോയി. നീ കരയാണോ എബ്രാമേ? കരയണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഞാനാണ് നിന്റെ പ്രതിഫലം. നീ അവനുമായിട്ട് അടിച്ചു പോകണ്ട. അവസാനം എന്നാ പറ്റിയെന്നറിയോ? ഈ ലോകത്തിന് വേറെ 5 രാജാക്കന്മാര് വന്ന് അടിച്ച് തൂത്തോട്ട് പോയി. അവസാനം അവനെ കൊണ്ട് വരാം, എന്നാൽ ഇവൻ എന്നെ പറ്റിച്ചതല്ലേ എന്ന് പറഞ്ഞ് എബ്രാഹിം ദുഷ്ട ഹൃദയത്തോടെ ഇരുന്നു. എന്റെ സഹോദര പുത്രനെ 5 രാജാക്കന്മാര് വന്ന് അവന്റെ സ്വത്തും അവന്റെ ഭാര്യയും മക്കളെയും കൊണ്ടുപോയല്ലോ എന്ന് ഓർത്ത്
318 ജോലിക്കാരെയും കൊണ്ട് പോയി മൊത്തം തിരിച്ചു കൊണ്ടുവന്നു. അതാ എന്നിട്ട് ഇവനൊരു പ്രാർത്ഥന അതിനു മുമ്പേ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഇവൻ അവിടെ പോയി പിന്നെയും താമസിക്കുക. നീ ആ ദേശത്തെ ദൈവം പറഞ്ഞു, ഈ സോദോം ഗോമോരയിൽ അവൻ പോയി താമസിക്കുന്നത്, ഞാൻ അതിനെ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുക, തീ ഇറക്കി നശിപ്പിക്കാൻ പോവാ. നമ്മളാണ് എന്നാ പറയും, എല്ലാം ചാകട്ടെ. റാണിയാണെങ്കിൽ പറയും, അവൾ പറയുന്ന വിശ്വാസില്ല, അവൾ പറയും തെറ്റ് ചെയ്യുന്നവരെല്ലാം ചൂട്ടരിച്ചേക്കാൻ പറ്റും. അങ്ങനെ പറയും. കൃപയെന്ന് പറയുന്നത് അവിടെ ഐക്യത്തോടെ പോയി. ഞാൻ പറയും, ഈ കൃപയുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കൃപയും കരുണയും ഉള്ളത് കൊണ്ടല്ലേ തെറ്റുകൾ കാണുമ്പോൾ പറയും ചൂട്ടരിച്ചേക്കാൻ പറയും. പക്ഷേ ഈ വിശ്വാസികളുടെ പിതാവായ എബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്നാണെന്നറിയാം. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ദൈവമേ, കോപിക്കരുത്, 10 പേര് ആ സ്ഥലത്തുണ്ടെങ്കിൽ നീ ആ സ്ഥലത്തെ ഉപദ്രവിക്കുമോ? എന്തുകൊണ്ടാണ് 10 പേരെന്ന് പറഞ്ഞു? അവന്റെ സഹോദര പുത്രനോടുള്ള സ്നേഹം, അവന്റെ ഭാര്യയും മക്കളും എന്നാ ഹൃദയമാണ് നോക്കിക്കുക. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയം? ഇന്ന് ഞാൻ വിളിച്ചു പറയുക, നീ യേശു നിന്റെ ഉള്ളത്തിൽ വസിക്കുന്നെങ്കിൽ, നിന്റെ സ്വന്തം രക്തങ്ങളോട് നിനക്ക് പകയുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന അവിടെ വെച്ചിട്ട് കിട്ടും. ദൈവം ഏകത്തില്ല. സഹോദരന്മാരായാലും സ്വന്തം കുടുംബക്കാരായിരുന്നാലും പ്രിയ ദൈവമക്കളെ, ഇവൻ നല്ല വീതം മുഴുവൻ കൊണ്ടുപോയെങ്കിലും ഇവന് വേണ്ടി ദൈവത്തോടെ ഇടനില നിന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥിക്കുന്ന ഇവൻ എവിടെ നിന്ന് കിട്ടി ഈ സ്വഭാവം? ഇവൻ ആരുടെ കൂടെയാണ് നടക്കുന്നത്? ദൈവത്തോടുകൂടെ നടന്നതുകൊണ്ട് ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താ എന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ട്? നമുക്കിത് മനസ്സിലാകണമെങ്കിൽ, വിശ്വാസം നമ്മളിൽ വർദ്ധിക്കണമെങ്കിൽ, കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ ദൈവത്തോട് ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നവന്റെ ഉള്ളിൽ നിന്നും നല്ലതേ വരത്തുള്ളൂ. അവൻ ദൈവത്തോട് ചോദിക്കുക, 10 ആൾക്കാരുണ്ടെങ്കിൽ ദൈവമേ, നീ സോദോം ഗോമോരയെ സ്വർഗത്തിൽ തീ അയച്ച് നശിപ്പിക്കുവോ? പറഞ്ഞു, ഞാൻ നശിപ്പിക്കത്തില്ല. എബ്രാഹിമേ, 10 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. 10 പേര് ഇല്ലാത്തപ്പോഴാണ് പറഞ്ഞു, ഞാൻ നശിപ്പിക്കാൻ പോവുക. വേഗം ദൂതന്മാരെ വിട്ട് അവനെ അവിടുന്ന് പുറത്താക്കി. നമ്മൾ കാണുന്നില്ലേ ആ എബ്രാഹത്തിന്റെ പ്രാർത്ഥന? മധ്യസ്ഥതയണക്കുന്ന നമ്മുടെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഈ സഹോദരിമാർ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കയറി ഒന്നുമില്ല ഒരു ആമേനെങ്കിലും പറയാം. ഈ സഭ തുടങ്ങിയിരിക്കുക പ്രാർത്ഥന. നമ്മുടെ സിന്ധു, ഈ സുനി, വേറെ ജനിമേരി, വേറെ 2-3 സോണി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് കയറിയിട്ടുണ്ടോ? ഇടനില നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് ആമേൻ ആമേൻ ഒരു വാക്കൊന്ന് പറയാൻ പറ്റത്തില്ലേ? നല്ല സ്വഭാവം എവിടുന്ന? എബ്രാഹത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? തൻ്റെ സഹോദര പുത്രന് വേണ്ടി, ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി എതിര് പറഞ്ഞവർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. അതോ നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ആരാധന, സ്തോത്രം, അങ്ങനെയല്ല. നമ്മുടെ സഭയിൽ ഇപ്പൊ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് കഴിവുള്ളവരെല്ലാം കയറണം. അധികം ഒന്നും പ്രാർത്ഥിക്കാൻ ജോലിയുടെ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം. ആമേൻ ഒന്ന് കേട്ടച്ച് പറയണം. ആമേൻ. അവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കും. ലേലിയ എബ്രാഹിം അങ്ങനത്തെ ആളായിരുന്നു. അങ്ങനെ പതുക്കെ 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 എബ്രാഹിത്തിന്റെ വിശ്വാസം എന്ത് ചെയ്തു? വർദ്ധിച്ചു വന്നു. അവസാനം അവന്റെ മകനെ അർപ്പിക്കാനായിട്ട് പോയപ്പോൾ ദൈവം പറഞ്ഞെന്താണെന്നറിയോ? എബ്രാഹിമേ, എബ്രാഹിമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നിന്റെ ഏകജാതനായ പുത്രനെ തരാൻ നീ മടിക്കായതുകൊണ്ട് നിന്നിൽ ഭൂമിയിലെ സകല വംശവും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മുഖാന്തരം നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ദേശം, നമ്മുടെ കുടുംബക്കാരെ അനുഗ്രഹിക്കപ്പെടും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എബ്രാഹിത്തിന്റെ നല്ല വിശ്വാസം ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. എബ്രാഹിം എവിടെ താമസം എന്നറിയാം? വലിയ ധനാഢ്യനായിരുന്നു. കൂടാരങ്ങളിൽ പാർത്തു വന്നു. നോക്കിക്കേ, എന്നാ ഭയങ്കര വിശ്വാസിയാണ്. എവിടെയാ പാർത്ത്? കൂടാരങ്ങളിൽ പാർത്തു വന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു.
ആരൊക്കെ ഉണ്ടായിരുന്നു തന്റെ കൂടെ? തന്റെ മകനായ ഇസഹാക്കിനോടും തന്റെ കൊച്ചുമകനായ യാക്കോബിനോടും ചേർന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഭയങ്കര പണക്കാരനാണ്. അവൻ പറയുക, മക്കളെ, കാണുന്നത് താൽക്കാലികം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. ആ നഗരത്തെ വേറെ ആരുമല്ലായിരുന്നു, നമ്മളോട്. യേശു പറയുക, എന്റെ ദിവസം വരുമെന്ന് ഓർത്ത് എബ്രാഹാം സന്തോഷിച്ചു, ഇപ്പോൾ സന്തോഷിച്ചുമിരിക്കുന്നു. സന്തോഷിക്കുമെന്ന് അവൻ പറഞ്ഞു. ആ പുതിയ ജെറൂസലേമിനെ കാണാൻ സാധിക്കുമെന്ന് അവൻ ആത്മാവിൽ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരം, അത് ആരായിരിക്കും ആ നഗരം? അതിവിടെ പറയുകയാണ്, അവൻ ക്രൂശിലേക്ക് പോയിട്ട് തന്റെ മുമ്പിൽ വെച്ചിരുന്ന വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സഭയാകുന്ന മണവാട്ടിയെ ഓർത്തപ്പോൾ അവൻ സകലതും എന്നെ ക്രൂശിനെ അലക്ഷ്യമാക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്തു. ആരെ ഓർത്താന്നറിയോ? ആരെ? നെഞ്ചത്തെ കൈവച്ചോ. എന്നെ ഓർത്തപ്പോൾ, പുതിയ നിയമ ജെറൂസലേമിനെ ഓർത്തപ്പോൾ അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി. നമുക്ക് ഇന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? എൻ്റെ യേശുവേ, ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആണല്ലോ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്. ഞാനാണല്ലോ ആ നഗരം, ഞാനാണല്ലോ ദൈവം വസിക്കുന്ന ആലയം. തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലതും നൽകിയവൻ, അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ! സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ. അലഞ്ഞ് തിരിഞ്ഞ് കണ്ട അമ്പലത്തിലും കണ്ട പള്ളിയിലും കണ്ട മോസ്കിലും കണ്ട ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് നടന്ന നമ്മളെ പേര് ചൊല്ലി എബ്രാഹത്തെ വിളിച്ചതുപോലെ വിളിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തിയ ഈ ദൈവം നമ്മുടെ ദൈവമായതോർത്ത് വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മാത്രപ്പെടുത്താം. ഈ ദൈവം അന്ത്യം വരെ നടത്തുവാൻ മതിയായ ദൈവം. നിന്റെ സകല കാര്യങ്ങളും നടത്തുവാൻ, ചെറുതാകട്ടെ വലുതാകട്ടെ, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന, എബ്രാഹാം പ്രാർത്ഥിച്ചു, ഒരു ദേശത്തെ ദൈവം തിരിക്കുക. അവന്റെ സഹോദരപുത്രനെ, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, ഏതെല്ലാം കാര്യം ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത് അത് പറഞ്ഞ് ഞാൻ വേഗം നിർത്താം. ഒരു മിനിറ്റ് ഇംഗ്ലീഷിലാണ്. നിങ്ങൾ അത് ഇംഗ്ലീഷ് അറിയാവുന്നവരെ എഴുതുക. ഇങ്ങനെയാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നീ ആരാകുന്നു. നിനക്കൊരു ബോധം ഉണ്ടായിരിക്കണം, ഞാൻ ക്രിസ്തുവിൽ ആരാകുന്നു. രണ്ടാമത്തത്, കീപ് യുവർ കോൺഷ്യസ് ക്ലീൻ. എപ്പോഴും നിന്റെ മനസ്സാക്ഷി എപ്പോഴും ശുദ്ധമായിരിക്കും. നല്ല ഈ അപ്പം നോക്കുമ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നല്ല മനസ്സാക്ഷി സൂക്ഷിക്കണം. പറഞ്ഞ എല്ലാവരും. ഒന്നാമത്തെ എന്താ പറഞ്ഞ്? ഞാൻ ക്രിസ്തുവിൽ. രണ്ട്, നല്ല മനസ്സാക്ഷി എപ്പോഴും സൂക്ഷിക്കണം. മൂന്ന്, ഇവിടെ പറയുന്നത് കണ്ടിന്യൂസ് കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ആരുമായിട്ട് ബന്ധമായിരിക്കണം? എപ്പോഴും കർത്താവുമായിട്ടൊരു നിരന്തര ബന്ധം. മുമ്പേ ഞാൻ പറഞ്ഞത് പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. വീട്ടിലും നമുക്ക് വ്യക്തിപരമായി ഉണ്ട്. നാലാമത്തത് പ്രൈസിങ് ലൈഫ് സ്റ്റൈൽ. ഞാനത് പറഞ്ഞായിരുന്നു. നമ്മുടെ എബ്രാഹത്തിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? സ്തുതിപ്പിന്റെ ജീവിതം, പ്രൈസിങ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. തിന്മയായാലും നന്മയായാലും എപ്പോഴും സ്തോത്രം. ഇവിടെ പറഞ്ഞില്ലായിരുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അഞ്ചാമത്തത് കോൺഷ്യസ്ലി ആക്ടിങ് ഓൺ ഫെയ്ത്ത്. നമ്മൾ എന്ത് ചെയ്യണം? കോൺഷ്യസ്ലി നമ്മൾ വിശ്വാസത്തിന്റെ ചൂടുകൾ എടുത്തു വെക്കണം. 5 കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ എടുത്തു വെക്കാൻ പഠിക്കണം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, കർത്താവിൽ അത് നാം പൂർണ്ണമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സമാധാന പ്രാർത്ഥനയ്ക്കായിട്ട്
സെൻസുകളെ വിളിക്കാൻ സ്വന്തം കേൾക്കപ്പെട്ട വചനത്തിലുമാണ് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിശ്വാസത്തെ കേൾക്കുവാൻ അപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർത്താവിന്റെ തിരുവചനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തവനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. സ്തോത്രം. നമുക്ക് നോക്കുവാനുള്ള ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തപ്പോൾ അവൻ അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു എന്നുള്ള ദൈവത്തിന്റെ തിരുവചന പ്രകാരം കർത്താവിന്റെ ആ സന്തോഷം, യേശുവിന്റെ സന്തോഷം, കർത്താവിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവിലേക്ക്, കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും യേശു ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നപ്പെട്ടിരിക്കുന്നത് ഞങ്ങളെ ലോക സൃഷ്ടികൾക്ക് മുമ്പ് തന്നെ ക്രിസ്തു യേശുവിൽ കണ്ടതോർത്ത് ഞങ്ങളെ നന്ദി പറയുന്നു. സ്തോത്രം ചെയ്ത് കർത്താവ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുള്ള ദൈവത്തിന്റെ തിരുവചന പ്രകാരം കർത്താവെ കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ ആത്മാവ് ദേവദാസനെ കൂടി ഓർപ്പിച്ചതുപോലെ പലതിനെയും ഞങ്ങൾ സേവിച്ചു നടന്നവരായിരുന്നല്ലോ കർത്താവെ. എന്നാൽ ദൈവമില്ലാത്തവയെല്ലാം സേവിച്ചു നടന്ന് അവസാനം കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്ത കർത്താവേ, മഹാപരിശുദ്ധനുമായ സ്വന്തങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിൽ കൂടി ശക്തമായി ഞങ്ങളോട് ഇടപെട്ടതോർത്ത് നന്ദിയോടെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത കർത്താവേ. ആ വചനപ്രകാരം മുന്നോട്ട് ജീവിക്കാൻ തന്നോളം ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശ്വാസത്തിന്റെ കർത്താവ് ഞങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തി യേശുവിലേക്ക് ഞങ്ങൾക്ക് മുൻപോട്ട് അടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്ത കർത്താവേ, നന്ദിയോടെ സ്തോത്രം. വിദേശത്തും സ്വദേശത്തും ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്ത കർത്താവേ, അവരെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവിന്റെ രക്തവളപ്പിൽ അവരെ ഓരോരുത്തരെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. ലോകമെമ്പാടും വാഹനം ഓടിക്കുന്ന മക്കളെ ദൈവജനങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആപത്തനർത്ഥങ്ങൾ, അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവേ, എല്ലാ വാഹനം ഓടിക്കുന്ന മക്കളെയും വാഹനത്തെ അത് യാത്ര ചെയ്യുന്ന യാത്രക്കാരെയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്ത് കർത്താവേ, കടന്നു വന്നിരിക്കുന്ന സകല മക്കളെയും ദൈവങ്ങളിലേക്ക് പേര് ചൊല്ലി സമർപ്പിച്ച് അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതമായ കരം അത് പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന സകല മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അയക്കുന്ന കർത്താവേ, കൃപ കൂടിയിരിക്കുന്നവർക്ക് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതോർത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് വഴിയാടുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മേ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്റെ മേലും കുടുംബത്തിന്റെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർഹപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സ്തോത്രം. പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരുള്ളവരെ മുന്നോട്ട് വന്നു ദൈവദാസ കൂട്ടത്തിലൂടെ പ്രാർത്ഥിച്ചു കടന്നു എല്ലാവർക്കും സമാധാനത്തോടെ അറിയിക്കാം.